നോയമ്പിന്റെ വായനാ ഭാഗങ്ങൾ, ഇന്നത്തെ വായനാ ഭാഗങ്ങൾ നമുക്ക് 6ാമത്തെ തിങ്കളാഴ്ചയാണ് ഇനിയുള്ളത്. അതില് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യമായിട്ട് ചിന്തിക്കാനുള്ളത്. ഞാൻ അതിലൊരു വാക്യം ചിന്തിച്ച് ഇന്നത്തെ അവസാനിപ്പിക്കും. ബാക്കി നാളെ രാവിലെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 8 മുതൽ 12 വരെ. യഹൂദായേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആര് അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. യാക്കോബ് തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് തന്റെ പുത്രന്മാരെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഇൻ പ്രോഫറ്റിക് സ്പിരിറ്റ്. പ്രവചനാത്മാവിൽ യാക്കോബ് പറയുകയാണ്. നിങ്ങളത് വായിക്കണം, നല്ല രസമാണ്. ഉൽപ്പത്തി പുസ്തകം 49 മരണത്തോടടുത്തപ്പം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഭാവി കാലം സംബന്ധിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഫ്യൂച്ചർ, ഭാവിയെ സംബന്ധിച്ച് പറയുക. അപ്പൊ അത് ഓരോ ഗോത്രത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് വായിച്ച് ധ്യാനിക്കാനുള്ള ഭാഗം യഹൂദ ഗോത്രത്തെ പറ്റി യാക്കോബ് പറഞ്ഞ ഭാഗമാണ്. എന്താണ് യഹൂദ ഗോത്രത്തിന് ഇത്ര വിശേഷത എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് യഹൂദയിൽ നിന്ന് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. അവന്റെ അമ്മയും വളർത്തച്ഛനും യഹൂദ ഗോത്രക്കാരായിരുന്നു. ഇപ്പൊ യോസഫ് യഹൂദ ഗോത്രത്തിൽ ആയിരുന്നു എന്നതുകൊണ്ട് ഒരിക്കലും യേശു യഹൂദ ഗോത്രത്തിലെ ആകുന്നില്ല. കാരണം യേശു സ്ത്രീയുടെ സന്തതിയാണ്, ഒരിക്കലും യോസഫിന്റെ മകനല്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് യേശു. യഹൂദ ഗോത്രത്തിലെ സിംഹം യേശു ആകുന്നത് മറിയം യഹൂദ ഗോത്രത്തിൽ ആയതുകൊണ്ടാണ്. നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ മറിയം യഹൂദ ഗോത്രക്കാരി ആയിരുന്നെന്ന്? ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. മറിയം യഹൂദ ഗോത്രത്തിലായിരുന്നോ അല്ലയോ? മറിയത്തിന്റെ ചാർച്ചക്കാരത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. എലിശബത്ത് സക്രിയ പുരോഹിതന്റെ ഭാര്യയായിരുന്നു. സക്രിയ പുരോഹിതൻ ഏത് ഗോത്രക്കാരനാണ്? പുരോഹിതനായതുകൊണ്ട് അദ്ദേഹം ലേവി ഗോത്രക്കാരനാണ്. ഇപ്പൊ ലേവി ഗോത്രത്തിൽപ്പെട്ട എലിശബത്ത് മറിയത്തിന്റെ ചാർച്ചക്കാരത്തെ ആകുമ്പോൾ മറിയവും ഏത് ഗോത്രത്തിലായിരിക്കണം? ലേവി ഗോത്രത്തിലായിരിക്കണം. അതുകൊണ്ട് മറിയം ലേവി ഗോത്രക്കാരിയാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ മറിയം യഹൂദ ഗോത്രക്കാരിയായിരുന്നു. എലിശബത്തും യഹൂദ ഗോത്രക്കാരത്തിയായിരുന്നു. ലേവി ഗോത്രത്തിലുള്ളവർക്ക് ഏത് ഗോത്രത്തിൽ നിന്നും വിവാഹം കഴിക്കാം, അങ്ങനെയാണ് അതിന്റെ പതിവ്. അതുകൊണ്ട് യഹൂദ ഗോത്രക്കാരിയായ എലിശബത്തിനെ ലേവി ഗോത്രക്കാരനായ സക്രിയ വിവാഹം കഴിച്ചു എന്നേ ഉള്ളൂ. മറിയം യഹൂദ ഗോത്രക്കാരിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് യഹൂദയിൽ നിന്ന് ഉദിച്ചു.
കാരണം സ്ത്രീയുടെ സന്തതിയാണ്. 33:15 ഗലാത്യർ 4:4 സീഡ് ഓഫ് ദ വുമൺ എന്ന് ജെനിസിസ് 3:15 ഗലേഷ്യൻസ് 4:4 സ്ത്രീയുടെ സന്തതി എന്നും വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ യേശു യഹൂദ ഗോത്രക്കാരനാകുന്നത് മറിയം യഹൂദ ഗോത്രത്തിലായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ ഓരോ പ്രവാചകന്മാരുടെ ഒക്കെ പ്രവചനം കേൾക്കുമ്പോഴാണ് ഈ യാക്കോബിന്റെ പ്രവചനം നിങ്ങൾ വായിക്കണം. യാക്കോബിന്റെ പ്രവചനം വായിച്ചു കഴിയുമ്പോൾ ഇവമാരെയൊക്കെ എടുത്ത് നമുക്ക് തോട്ടിക്കളയാൻ തോന്നും. നിങ്ങൾ നോക്കി, ഉൽപ്പത്തി 49 യാക്കോബ് മരണത്തിന് മുമ്പ് പറയുകയാണ്, മക്കളെ ഇനി വാ, ഞാൻ ഭാവി കാലത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. 9 വാക്യം തൊട്ട് യഹൂദയെ പറ്റി പ്രവചിക്കുകയാണ്. യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. ഈ പ്രോഫസി പറയുമ്പം യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. എപ്പോഴാ? ഭാവി കാലം സംബന്ധിച്ച്. അപ്പൊ യഹൂദ ഗോത്രത്തിന് ഭാവി കാലത്ത് ഉണ്ടാകാനുള്ള പുകഴ്ചയും കീർത്തിയും യാക്കോബ് പ്രവചനാത്മാവിൽ മുൻകണ്ടിട്ട് പറയുകയാണ്, യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നോക്ക്, ലോകം മുഴുവൻ യേശുവിനെ പുകഴ്ത്ത്. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം നമ്മുടെ യേശു കർത്താവാണ്. മകനെ നീ ഇരപിടിച്ചു കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു, സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. ഇതാണ് നമ്മൾ ഈ ആഴ്ച അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓശാന ഞായറാഴ്ചയിലേക്ക് ചെല്ലുകയാണ്. സീയോൻ പുത്രിയെ, നിന്റെ രാജാവ് ബലശാലിയായി കഴുതയുടെയും ചെറുകഴുതക്കുട്ടിയുടെയും പുറത്ത് എഴുന്നള്ളി നിന്നിലേക്ക് വരുന്നതെന്ന് സക്രിയാവ് പ്രവചിച്ചു പറഞ്ഞതാണ്. അതിനൊക്കെ എത്രയോ വർഷം മുമ്പാണ് യാക്കോബ് പറയുന്നത്, അവൻ ഈ കഴുതയെ മുന്തിരിവള്ളിയോട് കൂട്ടിക്കെട്ടും. ആരാണ് സാക്ഷാൽ മുന്തിരിവള്ളി? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും. എന്തോ ഒരു പ്രവചനം. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. മനസ്സിലായോ? വീഞ്ഞിൽ ആരിലും ഉടുപ്പ് അലക്കുമോ? അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. യാക്കോബ് പ്രവചനം മുൻകൂട്ടി കാണുകയാണ്, ദർശനം. വീഞ്ഞിലല്ല അവന്റെ വസ്ത്രം അലക്കപ്പെട്ടത്, അവന്റെ രക്തത്തിലാണ്. യെശയ്യാവ് ഇതേ കാഴ്ചയാണ് കാണുന്നത്. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചു വരുന്നോരിവനാർ, അനേകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ദർശനത്തിൽ കാണുന്ന മുന്തിരിച്ചക്ക് ചവിട്ടുമ്പോൾ മുന്തിരിയുടെ നീര് ദേഹം മുഴുവൻ തെറിക്കുകയാണ്. അതേ ദർശനമാണ് യാക്കോബും കാണുന്നത്. ഇതാണ് ദർശനത്തിൽ കണ്ടിട്ട് പ്രവചിക്കുന്നത്. അല്ലാതെ ഞാൻ അവിടെ ഏതാണ്ട് കണ്ടു അങ്ങനെ കണ്ടിരിക്കുന്നു, അങ്ങനെയൊന്നും പ്രവചിക്കുന്നത്. അപ്പം അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് നിലനിൽക്കും. ഭൂമിയിലെ ഭരണം മുഴുവൻ കർത്താവ് നിത്യമായി ഏറ്റെടുക്കും എന്നുള്ളതാണ് പ്രോഫസി. യാക്കോബിന്റെ പ്രവചനമാണ്. ഇത്ര ഭംഗിയുള്ള പ്രവചനമാണ്. ഇന്നിപ്പോ കൊറോണ വൈറസ് ബക്കിംഗ്ഹാം പാലസിൽ ചാൾസ് രാജകുമാരന് കൊറോണ പിടിച്ചു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൊറോണ പിടിച്ചു. നമ്മളിത് നിസ്സാരമായിട്ട് അമേരിക്കയിൽ 38 വയസ്സുള്ള ഒരു നഴ്സിംഗ് മാനേജർ കൊറോണ ബാധിച്ച് മരിച്ചു. നമ്മൾ ചെറുപ്പക്കാർ മരിക്കുകയില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രായമുള്ളവർ മാത്രം മരിക്കുന്നതാണ്. കേരളത്തിൽ 93 വയസ്സുള്ള അപ്പച്ചനും അമ്മച്ചും ഒക്കെ കൊറോണയെ അതിജീവിച്ചു. ലോകത്തെങ്ങും അത് സംഭവിച്ചിട്ടില്ല. കാരണം പ്രായമുള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റി അവിടെ ഇല്ലെന്നുള്ളതാണ്. അപ്പൊ കേരളത്തിൽ അതങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്ത്
മലയാളികൾക്ക് അഭിമാനിക്കാം. പക്ഷേ സ്ഥിതി നിയന്ത്രണാതീതമായാൽ ആർക്കും ആരെയും നോക്കാൻ കഴിയാതെ വരും. അതാണ് ഇറ്റലിയിൽ സംഭവിച്ചത്. അതാണിപ്പോൾ ന്യൂയോർക്കിൽ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചികിത്സാ സൗകര്യങ്ങളില്ല. ഇറ്റലിയിൽ 51 ഡോക്ടർമാരാണ് മരിച്ചത്. നിങ്ങൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. 51 ഡോക്ടർമാർ കൊറോണ ബാധിച്ച് മരിച്ചു. ലോകത്ത് പ്രമുഖർക്കും ധനികർക്കും ഒക്കെ കൊറോണ ബാധിച്ചിട്ടുണ്ട്. മറ്റൊരു പകർച്ചവ്യാധിക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ കൊറോണയ്ക്ക് വന്നത്. കാരണം മറ്റേത് പകർച്ചവ്യാധി എന്നാലും പാവപ്പെട്ടവരെ പിടിക്കും. പക്ഷെ ഇത് അമേരിക്കയിൽ ഈ കൊറോണയുടെ സോഴ്സ് അമേരിക്കയിൽ ഒരു സ്കീയിങ് റിസോർട്ടാണ്. സ്കീയിങ് എന്ന് പറഞ്ഞാൽ പണക്കാരുടെ ഒരു വിനോദമാണ്. സ്കീയിങ് റിസോർട്ടിലാണ്. അതാകുമ്പോൾ അവിടുന്ന് എല്ലാ സ്റ്റേറ്റിലേക്കും ആൾ പോകുന്നുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് അറിയാവുന്ന അവരെവിടെയൊക്കെയാണ് തൊടുന്നത്, അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം നന്നായി അറിയാവുന്ന ആരോ പർപ്പസ്ലി അവിടെ കൊടുത്തതാണ്. അല്ലാതെ സ്വാഭാവികമായ ഒരു പകർച്ചയല്ല. ലോകത്ത് പ്രമുഖരെയും ധനികരെയും ഉന്നം വെച്ച് തന്നെ ഇത് പർപ്പസ്ലി പരത്തുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇതൊരു സ്വാഭാവികമായി വന്ന ഒരു രോഗമല്ലെന്ന് എല്ലാവരും നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഏതായാലും പ്രമുഖർക്കൊക്കെ വന്നിട്ടുണ്ട്. ബക്കിംഗ്ഹാം പാലസിനകത്ത് വരെ ഇത് കയറി ചെന്നു. പ്രധാനമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും വലിയ ധനികരും സിനിമാ താരങ്ങളും ഒക്കെ കൊറോണ ബാധിതരായി. വേൾഡ് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. നമ്മൾ നോയമ്പിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ചയും പിന്നീട് ഓശാന ഞായറാഴ്ചയുമാണ്. അതോടുകൂടി നമ്മൾ പാഷൻ വീക്കിലേക്ക് ആശ ആഴ്ചയിലേക്ക് പ്രവേശിക്കും. സോ ഇന്നത്തെ വേദവായന ഭാഗത്തിലെ ആദ്യത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം 49 നിന്ന് നമ്മൾ വായിച്ചത്. അടുത്ത ഭാഗം രാജാക്കന്മാരുടെ പുസ്തകമാണ്. 1 രാജാക്കന്മാർ 17-ന്റെ 10 മുതൽ 16 വരെ. 1 രാജാക്കന്മാർ 17-ന്റെ 10. ഞാൻ പറഞ്ഞു വന്നത് ബ്രിട്ടീഷ് രാജകുടുംബം ഇപ്പോഴും നിലനിൽക്കുകയാണ് അധികാരത്തോടെ. അവകാശമുള്ളവൻ വരുവോളം ലോകത്തിന്റെ ഭരണം കൈയാളിയ രാജകുടുംബമാണ്. ഇപ്പോൾ അധികാര നാമമാത്രമാണെങ്കിലും ആ നാമമാത്രമായിട്ട് ഫോർ നെയിം സേക്ക് അതിപ്പോഴും നിലനിൽക്കുക. ഭൂമിയെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന ആ സാമ്രാജ്യം അവകാശമുള്ളവൻ വരുവോളം അതങ്ങനെ നിലനിൽക്കും. അപ്പൊ അതേക്കുറിച്ച് ചെറിയ തർക്കമുണ്ട്. കർത്താവിന്റെ 1ാമത്തെ വരവിൽ അത് സംഭവിച്ചുവെന്നും ഇനി അടുത്ത വരവിൽ സംഭവിക്കുള്ളൂ എന്നും 2 കൂട്ടർ 2 അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും വിശ്വസിക്കാം. 2ാമത്തതാണ്, അതായത് ഇനിയുള്ള വരവിലാണ് അധികാരം ഏറ്റെടുക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വെളിപാട് പുസ്തകത്തിലുണ്ട് ലോകരാജ്യത്വം ഇപ്പോൾ നമ്മുടെ കർത്താവിനായിരിക്കുന്നു. ഇല്ലേ, അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പൊ അത് ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്. വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ 4 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് പ്രട്രിസ്റ്റിക് രീതിയിൽ വ്യാഖ്യാനിക്കാം. പ്രട്രിസ്റ്റിക് രീതി എന്ന് പറഞ്ഞാൽ എല്ലാം കർത്താവിന്റെ കുരിശുമരണത്തോടെ യെരുശലേം ദേവാലയത്തിന്റെ തകർച്ചയോടെ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് പ്രട്രിസ്റ്റിക്. ഐഡിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മതിന്മകളുടെ സംഘർഷത്തിൽ എല്ലാ കാലത്തും നന്മ വിജയിക്കും എന്നുള്ളത് ഈ സാദൃശ്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു എന്നതാണ് വെളിപ്പാട് പുസ്തകം. പിന്നെയുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്, അത് ഭാവിയിൽ സംഭവിക്കും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചറിസ്റ്റിക് വ്യാഖ്യാന സമ്പ്രദായം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് പ്രട്രിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഹിസ്റ്റോറിക് വ്യൂ ഉണ്ട്. ഹിസ്റ്റോറിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഓരോ ഘട്ടത്തിലും അതിനകത്ത് ഓരോ ഭാഗങ്ങൾ സംഭവിക്കും. ഡിസ്പെൻസേഷനിൽ ഓരോ യുഗങ്ങളായിട്ട് തിരിച്ച് പഠിക്കുന്നവരുമുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഈ വാക്യം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുക. ഏതായാലും അതിനകത്ത് യേശുവിനെ കുറിച്ചാണ് യാക്കോബ് പ്രവചിച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്. അടുത്ത് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 10 മുതൽ 16 വരെ. അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ച്, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ വിളിച്ച് അവളോട് പറഞ്ഞു. അതിന് അവൾ,
നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറവ് വെറുക്കുന്നു. ഇത് കൊണ്ടുവന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി. അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു. ഏലിയാവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് കുറഞ്ഞു പോവുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവം യഹോവ അരുളി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണ് ഈ സമയത്ത്. പ്രത്യേകിച്ച് അമേരിക്കയെ കുറിച്ചൊക്കെയുള്ള ആശങ്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ധനികരായ ബഹുസമ്പന്നരായ ആളുകളെല്ലാം മുങ്ങിക്കഴിഞ്ഞു. അണ്ടർഗ്രൗണ്ടുകളിലേക്കും സ്വകാര്യ ഭൂഗർഭ വസതികളുണ്ട്. അമേരിക്കയുടെ ഒരു പ്രത്യേകത, സമ്പന്നരായ ആളുകൾക്കെല്ലാം ഭൂഗർഭ വസതികളുണ്ട്. അതിനകത്തൊരു കയറുന്ന എവിടുന്നാണെന്ന് ഒന്നും അറിയത്തില്ല, എല്ലാം രഹസ്യമാണ്. പ്രത്യേകിച്ച് അത് വലിയ പർവ്വത പ്രദേശങ്ങളിലൊക്കെ മലകളുടെ അടിയിൽ നിന്നൊക്കെയാണ് അതിന്റെ പ്രവേശന കവാടം. അണുബോംബ് പൊട്ടിയാൽ പോലും അതിനൊന്നും സംഭവിക്കത്തില്ല. വേറെ വലിയ ആസ്ട്രോയിഡ് ഒക്കെ ഒന്ന് ഭൂമിയെ ഹിറ്റ് ചെയ്താലും ഇതിനൊന്നും സംഭവിക്കുകയില്ല. വർഷങ്ങളോളം അതിനകത്ത് താമസിക്കാനുള്ള പ്രത്യേകതരം ഇലക്ട്രിസിറ്റി, വെള്ളം, എനർജിക്ക് വേണ്ടിയിട്ടുള്ള പല സോഴ്സുകൾ, ഫുഡ് പലതരം, അത്യാവശ്യം ചികിത്സാ സൗകര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം ക്രമീകരിച്ചാണ് ഈ ഭൂഗർഭ വസതികൾ ഉണ്ടാക്കുന്നത്. ഈ കൊറോണ ഔട്ട് ബ്രേക്കിൽ അങ്ങനെയുള്ള ആളുകളെല്ലാം മുങ്ങിക്കഴിഞ്ഞു. അവരെയൊന്നും പുറത്ത് കാണാനില്ല. അവരെല്ലാം അങ്ങനെയുള്ള ഭൂഗർഭ വസതികളിലേക്ക് മാറി. ഇവിടെ വലിയ ക്ഷാമം വരും എന്നൊക്കെയാണ് പ്രചരണം. ആളുകളെല്ലാം ഭയങ്കര പേടിയിലാണ്. അമേരിക്കയിൽ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെ എല്ലായിടത്തും തോക്ക് വിൽക്കാനുണ്ട്. സകല കടയിലും തോക്ക് തീർന്നു. ഇപ്പൊ ഞാനിവിടെ പിള്ളേരുടെ സ്കൂൾ ബാഗ് ഒക്കെ മേടിക്കുന്ന കടയിൽ സ്കൂൾ ബാഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷൻ തോക്കാണ്, പിന്നെ അതിന്റെ അപ്പുറം ചൂണ്ട, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സംസ്കാരം. അതാ തോക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ കൈത്തോക്കൊന്നുമല്ല, മെഷീൻ ഗൺ വരെ കിട്ടും, മെഷീൻ ഗൺമാര്. പക്ഷെ അമേരിക്കയിൽ എല്ലാ കടയിലും തോക്ക് തീർന്നു. എല്ലാവരും തോക്ക് മേടിച്ചു. കാരണം ഒരു കലാപം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. വലിയൊരു ക്ഷാമം, കലാപം. അപ്പം നിങ്ങൾ ഓർക്കായിരിക്കും എനിക്ക് തോക്കുണ്ടോ? എനിക്ക് തോക്കില്ല. ഞാൻ തോക്ക് മേടിച്ച് വെച്ചിട്ടും കാര്യമില്ല. കാരണം എനിക്ക് ഉന്നവുമില്ല. വെടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല. നമ്മൾ വെക്കുന്ന ആൾക്കൊന്നും ആയിരിക്കില്ല കൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് വരുന്നവർക്ക് ഉന്നം കാണുമല്ലോ, അവർ നമുക്കിട്ട് വെടിവെച്ചോണ്ട് നിർത്തിയാനിരിക്കുക. ഉന്നം തെറ്റാ വെക്കണേ എന്നുള്ളൊരു ആഗ്രഹം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിതി. ഇവിടെയുള്ള ആളുകള് എല്ലാം ഭയങ്കര ഭയത്തിലാണ്. 35 ലക്ഷം പേരാണ് അൺഎംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്തത് ഇന്നലെയും കൊണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇന്ത്യ രജിസ്റ്റർ ചെയ്യുന്ന പോലെ അല്ല. ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളത്തിന് തുല്യ തുക സർക്കാർ കൊടുക്കണം. 35 ലക്ഷം പേരുടെ പണി പോയി. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ നീങ്ങുകയാണ്. അമേരിക്ക നീങ്ങാന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നീങ്ങാന്ന്. ആരും ചിരിച്ചോണ്ടൊന്നും ഇരിക്കണ്ട. അമേരിക്ക മുങ്ങി എന്ന് പറഞ്ഞ ഒത്തിരി ആളുകൾ ഈ ഫേസ്ബുക്കിൽ ഇരുന്ന്, ഈ വിവരമില്ലാത്തവന്മാരിരുന്നുണ്ട്. ലോക പോലീസിന്റെ ലാത്തി ഒഴിഞ്ഞു, അവന്റെ ഗമ പോയി, മറ്റേതാണ്, അവന്റെ ഗുൾട്ട ഇടിഞ്ഞു. അമേരിക്കയാണ്, ഡോളറാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. അമേരിക്ക മുങ്ങിയ അമേരിക്ക ഒന്ന് തുമ്മിയപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം 3.5 കൊല്ലത്തെ റിസഷൻ വന്ന് ലോകം മുഴുവൻ. ഇപ്പൊ അമേരിക്ക തുമ്മുമല്ല, അമേരിക്കയുടെ നടുവടിയാൻ പോവാണ്. നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഇത് കയറും. നമ്മുടെ ആളുകളൊക്കെ അയ്യോ അമേരിക്ക മുങ്ങി, നന്നായി പോയി. അമേരിക്ക മുങ്ങാന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരിക്കലും തന്നെ മുങ്ങത്തില്ല, എല്ലാരെയും കൊണ്ടേ മുങ്ങത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിഗതികളിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ളൊരു ക്ഷാമം അന്ന് ഏലിയാവിന്റെ കാലത്ത് വന്നു. ഏലിയാവിന്റെ കാലത്ത് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ക്ഷാമം. ബൈബിളിൽ പല സ്ഥലത്തും ക്ഷാമത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ഷാമത്തെ പറ്റി പറയുന്നത്, രാജാവിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ ചെന്നു. രാജാവ് ചോദിച്ചു എന്താ പരാതി? പറഞ്ഞു, യജമാനെ ഞാനും ഇവിടെ കൂട്ടുകാരാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചു, ഞങ്ങൾക്ക് 2 ഓരോ മക്കളുണ്ട്. ഇന്ന് എന്റെ മോനെ നമുക്ക് പുഴുങ്ങി തിന്നാം, നാളെ നിന്റെ മോനെ പുഴുങ്ങി തിന്നാം. അങ്ങനെ കരാർ പ്രകാരം ഇന്നലെ എന്റെ മോനെ ഞങ്ങൾ 2 കൂടെ പുഴുങ്ങി തിന്നു. ഇന്ന് ഇവന്റെ മോളെ ഇവളുടെ മോനെ പുഴുങ്ങാൻ എന്ന് പറഞ്ഞപ്പോ അവളെ തരുന്നില്ല. അപ്പൊ രാജാവ് കൽപ്പിച്ചു ഇവളുടെ മോനെ ഒന്ന് പുഴുങ്ങി തരണം എന്നാണ്. മനസ്സിലായി? പ്രജയുടെ ദുഃഖം. രാജാവ് വസ്ത്രം വലിച്ചു കീറി. എലീഷയുടെ കാലത്തെ ക്ഷാമം, ഇത് ഏലിയാവിന്റെ കാലത്തെ ക്ഷാമമാണ്.
എല്ലാ പ്രവാചകന്മാരുടെയും കാലത്ത് ക്ഷാമവും വറുതിയും ഉപരോധവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കാലത്തെല്ലാം പ്രവാചകന്മാർ കണ്ടവനുണ്ട്. എല്ലാവരും പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് ഇൻ ചെയ്ത് ടി വിക്കകത്ത് ഇങ്ങനെ കാണിക്കുക ഫൂ ഷീ ഹാ. എന്നിട്ട് പിന്നെ നല്ല പൈസയുള്ള അച്ചായമാരുടെ വീട്ടിൽ പോയിരുന്ന് ജ്യൂസ് കുടിക്കുക, കാശ് മേടിക്കുക, ചെക്ക് എഴുതി മേടിക്കുക. ഇതാണ് പ്രവചന ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ, പ്രവചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതല്ല. ജനത്തിന്റെ കഷ്ടതയുടെ സമയത്ത് ആ ജനത്തിന്റെ നടുക്ക് ഇറങ്ങി നിൽക്കുന്നവനാണ് പ്രവാചകൻ. ഇപ്പൊ മലയാളികളുടെ ഇടയിൽ ഒരു പ്രവാചകനെങ്കിലും ഉണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്യാണ്. യഹോവയുടെ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകൻ, അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൂഫായിൽ പോയിരുന്ന് ലൈവിൽ കൂടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഇതാ അനുഗ്രഹം വരുന്നു, കൊട്ടപ്പടി പിടിച്ചു, അതൊന്നുമല്ല. ഏതെങ്കിലും ഒരു റിമോട്ട് പ്ലേസിൽ ഇരുന്ന് ദാ അനുഗ്രഹം വരുന്നു, അതുമല്ല. ഏലിയാവും എലീഷായും ഒന്നും അങ്ങനെയല്ല ചെയ്തത്. അവർക്ക് ഉപരോധം വന്നു, പ്രയാസങ്ങൾ വന്നു, ക്ഷാമം വന്നു, യുദ്ധങ്ങൾ വന്നു. നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും വന്നില്ല. അപ്പൊ ഇഷ്ടം പോലെ പ്രവാചകന്മാരായിരുന്നു. ഒരു പ്രശ്നം വന്നപ്പോൾ പ്രവാചകന്മാരെല്ലാം കൂടെ നിലവിളിയാണ്. മറ്റേ അമേരിക്കയിലുള്ള അച്ചായന്മാരെ വിളിക്കുന്നു. ഇതിപ്പോ അമേരിക്കയിലുള്ള അച്ചായന്മാരെ നിലവിളിച്ച് ആരെ വിളിക്കണമെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ അമേരിക്കയിലുള്ള അച്ചായന്മാരെ വിളിക്കും. പ്രവാചകന്മാരുടെയൊക്കെ ആ ശൗര്യം, അത്ഭുത സിദ്ധിയൊക്കെ കാണട്ടെ. ഒരു 10 വീട്ടിൽ ഇങ്ങനെ മാവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, മാവോ പെറോട്ടായോ എന്ത് വർദ്ധിപ്പിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെയാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. അല്ലാതെ ഏതാണ്ടൊന്ന് ചുരുണ്ട പോലെ കാണുന്നുണ്ട് അവിടെ എന്ന് അതൊക്കൊന്നും പ്രവചനമൊന്നുമല്ല. ഏതാണ്ട് ഞാൻ പോലെ ഇരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആളുകളുടെ പ്രവചനം. നമുക്കതൊക്കെ കേട്ടാൽ മതി. അപ്പൊ ഈ വലിയ ക്ഷാമം വന്നപ്പോൾ കെരീത്ത് തോട്ടിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഏലിയാവ്. കാക്ക കൊണ്ട് അപ്പം കൊടുക്കും. അങ്ങനെ ഇരുന്നപ്പം കെരീത്ത് തോടങ്ങ് വറ്റിപ്പോയി. അവന്റെ ആശ്രയം വറ്റിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ കാക്കയും പിന്നെ കാണാനില്ല. കാക്കയാരിലും മറത്തു നിന്ന് കാണും. ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയാ. കാരണം എല്ലാവർക്കും പട്ടിണിയല്ലേ. ഇതിപ്പോ ഞാൻ ഏലിയാവിന് പ്രവാചകൻ അപ്പം കൊണ്ട് പോകുന്ന കാക്കയാണോ പോയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരാണ്ടൊരു കൊഴി വെട്ടി എറിഞ്ഞ് ആ കാക്കയെ ഫ്രൈ ചെയ്തു. അങ്ങനെ കാക്കയുടെ കഥയും കഴിഞ്ഞു. തോട്ടിലെ വെള്ളവും വറ്റി. ഏലിയാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് സാരഫത്തിലേക്ക് പോയി. ഇപ്പൊ സാരഫത്തിൽ ചെല്ലുമ്പോൾ ഒരു മൾട്ടി മില്യണർ ആയിരിക്കും സപ്പോർട്ടിന് നിൽക്കുന്നത്. തെറ്റിപ്പോയി. ഒരു വിധവയാണ്. അവള് വിറക് പെറുക്കുക. കുറച്ച് മാവുണ്ട്, അതുകൊണ്ട് ഒരു അടയുണ്ടാക്കി തിന്നിട്ട് സൂയിസൈഡ് ചെയ്യാനിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാൻ. അപ്പൊ ഈ ജീവിതത്തിൽ ഇനി എന്തോ എന്ന് ചിന്തിച്ചിട്ട് ഒരു ഹോപ്പും ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഹോപ്പും കൊണ്ട് കൊണ്ടുവരുന്നതാണ് ട്രൂ പ്രോഫറ്റ് ഓഫ് ഗോഡ്. യഥാർത്ഥ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ഹോപ്പും ഇല്ലാത്ത സ്ഥലത്ത് അവിടെ ഹോപ്പ് കൊണ്ടുവരിക. അപ്പം ഏലിയാവ് അവിടെയാണ് ഉറവ തുറക്കുന്നത്. സാരഫത്തിൽ 2 ഉറവ തുറന്നു. കെരീത്തില് വെള്ളത്തിന്റെ ഉറവ പറ്റിയപ്പോൾ സാരഫത്തിൽ എണ്ണയുടെയും മാവിന്റെയും ഉറവ തുറന്നു. അതാണ് ട്രൂ പ്രോഫറ്റ് ഓഫ് ഗോഡ്. അതാണ് പവർഫുൾ പ്രോഫറ്റ്, ശക്തിയുള്ള പ്രവാചകൻ എന്ന് പറയും. ഈ ശക്തിയുള്ള പ്രവാചകൻ എന്ന് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശു. കാരണം 5000 പേർക്കും മറ്റും 5 അപ്പം എടുത്ത് വർദ്ധിപ്പിച്ച് അവൻ ഭക്ഷണം കൊടുത്തു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശക്തിയുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നവനാണ് ശക്തിയുള്ള പ്രവാചകൻ. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം പോയി അവിടെയൊക്കെയുള്ള ആളുകളിൽ നിന്ന് പണം പിരിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യുന്നവനെയാണ് നമ്മൾ ശക്തിയുള്ള പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശക്തിയുള്ള പ്രവാചകനെ നോക്കിയാൽ അങ്ങോട്ട് കൊടുക്കുക, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠം. അത്ഭുതം ചെയ്യാണ്. നമ്മുടെ ആളുകളുടെ എല്ലാം അത്ഭുതം കളിപ്പില്ല. കാരണം യേശു നിന്നെ അനുഗ്രഹിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു അത്ഭുതമായിട്ട് അത് തരും, ഇത് തരും, പൈസ തരും.
പക്ഷേ ഈ യേശു ഇവർക്ക് 5 പൈസ കൊടുക്കത്തില്ല. ഇവർക്ക് നിങ്ങൾ ജനം കൊടുക്കണം. ഇപ്പൊ ജനങ്ങൾ, നമ്മുടെ ആളുകളെത്തോളം വിഡ്ഢികൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അമേരിക്കയിൽ ഒരു പുസ്തകമുണ്ട്, ഒന്നല്ല, ഒത്തിരി പുസ്തകമുണ്ട്. ഈ അമേരിക്കൻ ലോട്ടറിയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അമേരിക്കൻ ലോട്ടറി എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. നമ്മൾ തന്നെ നമ്പർ എഴുതി കൊടുക്കുകയാണ്. നമ്മൾ എഴുതി കൊടുക്കുന്ന നമ്പർ ടി വിയിൽ കാണിക്കും. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ടി വിയിലൊക്കെ കാണിക്കുന്നുണ്ട് ലോട്ടറി നറുക്കെടുപ്പ്. പക്ഷെ അത് സർക്കാർ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിക്കറ്റാണ് എടുക്കുന്നത്. നമുക്ക് നമ്പർ ചൂസ് ചെയ്യാനാണ്. അമേരിക്കൻ ലോട്ടറി നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ എഴുതി കൊടുക്കുന്ന നമ്പർ പ്രിന്റ് ചെയ്ത് നമ്മളെ തരും ആ സെക്കൻഡ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ലോട്ടറിയുടെ നമ്പർ എന്താണെന്ന് നമ്മളാണ് നിശ്ചയിക്കുന്നത്, ഭാഗ്യ നമ്പർ. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ 10-40 വർഷത്തെ ഈ ലോട്ടറി അടിച്ചിരിക്കുന്ന നമ്പറുകളെല്ലാം കൂടെ ഫീഡ് ചെയ്തിട്ട് അത് കണക്ക് കൂട്ടിയിട്ട് ഈ അടുത്ത ലോട്ടറിയിൽ വരാനുള്ള സാധ്യതയുള്ള നമ്പറുകൾ ഏതൊക്കെയാണ് എന്ന് കണക്ക് കൂട്ടി ഒരു പ്രത്യേക പാറ്റേൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡൊക്കെ ഉപയോഗിച്ച് കണക്ക് കൂട്ടി നമുക്ക് ഈ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലോട്ടറി അടിക്കണമെങ്കിൽ ഇങ്ങനെ കണക്ക് കൂട്ടി നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തെ നമ്പർ കണ്ടെത്താൻ കഴിയും. അതിനുള്ള മെത്തേഡ് വിവരിക്കുന്ന ഒരു പുസ്തകം അമേരിക്കയിൽ ലഭ്യമാണ്. $39 $39.99 ആണ്. അപ്പം എന്നോട് പലരും പറഞ്ഞാണ്ട് ആ ബുക്ക് മേടിച്ചിട്ട് നമുക്കിങ്ങനെ പാസ്റ്റർ ഇങ്ങനെ ഒന്ന് നോക്കിയതൊക്കെ ഒന്ന് കണക്ക് കൂട്ടി. ഞാൻ മേടിക്കുകയല്ല. ഞാൻ പറഞ്ഞു അതെന്താ, ഇത് അവൻ ആ പുസ്തകം $39 വിൽക്കുന്ന സമയത്ത് അവൻ ഇത് വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 500 മില്യനും 1000 മില്യനും ഒക്കെ ലോട്ടറി വരുന്ന സമയത്ത് ഈ പുസ്തകം വിറ്റുകൊണ്ടിരിക്കണം. അവൻ ഒരു പ്രാവശ്യം ഇതങ്ങ് എഴുതി 1000 മില്യൺ അങ്ങ് മേടിച്ചാൽ പോയി. അപ്പൊ പിന്നെ നമ്മൾ അത് മേടിച്ചിട്ട് കാര്യമുണ്ട്? അപ്പൊ ആ പുസ്തകം വർക്ക് ചെയ്യത്തില്ലെന്ന് 100% ഉറപ്പാ. പുസ്തകം വർക്ക് ചെയ്യുമെങ്കിൽ ആ പുസ്തകം എഴുതിയവൻ എന്ത് ചെയ്യുക? അവൻ ഇത് എഴുതാൻ മെനക്കെടണ്ട. അവൻ ആ മെത്തേഡ് അനുസരിച്ച് ലോട്ടറി അടിപ്പിച്ചാൽ പോരെ. അത് കളിപ്പീരല്ലേ? അങ്ങനെ വല്ല ലോട്ടറി അടിക്കും. പക്ഷെ ആളുകൾ മേടിക്കുന്നുണ്ട്. അവൻ മില്യന്റെ അപ്പുറത്ത് സമ്പാദിച്ചു. ഇപ്പോഴും പുസ്തകം വിറ്റുകൊണ്ടിരിക്കുകയാണ്. മണ്ടന്മാർ ഇത് മേടിച്ചു വെച്ച് കണക്ക് കൂട്ടി അടുത്തതിന് ഏത് നമ്പർ ആയിരിക്കും എന്ന് ഓർത്തിങ്ങനെ എഴുതും. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ശാപം പൊട്ടിക്കൽ. ഇതാ വരുന്നു നിങ്ങൾക്ക് അനുഗ്രഹം, പക്ഷേ ഇവനും എല്ലാം വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ വഞ്ചിക്കുന്നതാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാരൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാർ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഏലിയാവ് പറയുകയാണ്, ഏലിയാവ് ചെന്നതോടുകൂടെ അവളുടെ വീട്ടിൽ ഉറവ തുറന്നു. അതാണ് സംഭവിക്കുന്നത്. ഈ കള്ളന്മാര് പറയും ആദ്യത്തെ അട പ്രവാചകന് കൊടുക്കണം, അപ്പോഴാണ് ഉറവ തുറക്കുന്നത്. അതിനാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് തരണം, സീഡ് വിതയ്ക്കണം. എല്ലാം കള്ളത്തരമാണ്. കർത്താവ് അങ്ങനെ ഇവരോട് ആരോടും കാശ് ചോദിക്കുന്നില്ല. അടുത്തത് 2 ശമൂവേൽ 17-ാം അധ്യായം 2 ശമൂവേൽ 17-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 17-ാം അധ്യായം 18 മുതൽ. എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്ശാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ 20 വേഗം പോയി ബഹൂരൂമിൽ ഒരാളുടെ വീട്ടിൽ കയറി. അവന്റെ മുറ്റത്തൊരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി. വീട്ടുകാരത്തി മൂടുവിരി എടുത്ത് കിണറിന്റെ വായിന്മേൽ വിരിച്ച് അതിൽ ഗോതമ്പ് തരി ചിക്കി. ഇങ്ങനെ കാര്യം അറിയാൻ ഇടയായില്ല. അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹിമാസും യോനാഥനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചിട്ട് കാണായിയാൽ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനെ അറിയിച്ചു, നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോകുകയും ഇന്നിന്റെ പ്രകാരം അഹീതോഫേൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വിളക്കുമ്പോഴേക്ക് യോർദാൻ കടക്കാതെ ഒരുത്തം പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരും ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനീമിലെത്തി. അബ്ശാലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെ യോർദാൻ കടന്നു. അബ്ശാലോം യോവാബിന് പകരം അമാസയെ സേനാധിപതിയാക്കി. അമാസിയോ നാഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗലിന്റെ അടുക്കൽ ഇത്ര എന്നു പേരുള്ള ഇസ്മായിലിനെ ചെന്നിട്ടുണ്ടായ മകൻ. എന്നാൽ ഇസ്രായേലും അബ്ശാലോമും ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി. നൈസായിട്ട് അവന്റെ തന്തയ്ക്കും വിളിച്ചിട്ടുണ്ട്.
എങ്ങനെ ഉണ്ടായെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാവീദ് മഹനീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോഭി, ലോദബാരിൽ നിന്ന്, ലോദബാർ നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്, നമ്മൾ അല്ലേ, ലോദബാരിൽ നിന്ന് അമിയേലിന്റെ മകൻ മാഖീർ, രോഗലീമിൽ നിന്ന് ഗിലിയാദിൻ, ബെർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മരം, വനർ, അമരക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. പറ, നല്ല രസമാണല്ലോ. കണ്ടോ, ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവ കൊണ്ടുവന്നു. ചീസും ഒക്കെ കൊണ്ടുവന്നു. അടിപൊളിയായിരുന്നു. മനസ്സിലായോ? പഴയ സമ്പ്രദായമാണ്. ഇവര് കുഴിയിൽ ഇറങ്ങിയിരിക്കുന്നു. ആ കുഴിയുടെ മുകളിൽ പായെടുത്ത് വിരിച്ച് അതിന്റെ മുകളിൽ കോതമ്പ് ചിക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവർ കുഴിക്കകത്ത് ഒളിച്ചിരിക്കുന്നു. അടുത്ത ഇടയ്ക്ക് ഒരു സിനിമയിൽ അങ്ങനെ ഒരു രംഗം കണ്ടു. രണ്ടുപേരെ ഒരു സ്ത്രീ ഇങ്ങനെ കുഴിയിലിരുത്തിയിട്ട് മുകളിലൊരു പായ വിരിച്ച് അതിന് മുകളിൽ മുളകൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ പോലീസുകാരാണ്ട് വന്നു കഴിഞ്ഞപ്പം കണ്ടില്ല, കായംകുളം കൊച്ചുണ്ണിയും ഒക്കെ പോലെയുള്ള. അപ്പൊ എനിക്ക് ഒരാൾ അത് അയച്ചു വെച്ചു, ഇതുണ്ട്, ഇതൊരു നല്ല ട്രിക്കല്ലേ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ബൈബിളിലുള്ളതല്ലേ, ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് ചെയ്താ ഒരു പുതിയ ട്രിക്ക്. ബൈബിളിൽ ഇതുണ്ടാവും. അപ്പൊ ഞാൻ ഈ വാക്ക് തന്ന പുള്ളി എടുത്ത് കാണിച്ചത്, ഇതുണ്ട്, ഇതൊക്കെ ബൈബിളിലുള്ളതാണ്, ഇത് വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ പുള്ളി ഇങ്ങനെ വാ വിളിച്ചു പുള്ളി വയ്ക്കുക, അപ്പൊ ഈ സിനിമയുടെ ബാക്കി കഥ ബൈബിളിൽ കാണുക. അപ്പൊ ഞാനൊരു സിനിമ ഏതാന്ന് എനിക്കറിയോ, അതിന്റെ കഥ എന്നാണെന്നറിയോ? ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എന്ത് കഥ ഉണ്ടാക്കിയാലും എങ്ങനെയൊക്കെ കഥ ഉണ്ടാക്കിയാലും ബൈബിളിൽ ആ കഥ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ മഹാഭാരതത്തിൽ ആ കഥയുണ്ട്. ഏത് ആംഗിളിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റി കഥകൾ മെനഞ്ഞാലും ആ കഥയ്ക്ക് പാരലായിട്ടൊരു കഥ മഹാഭാരതത്തിൽ കാണാൻ പറ്റും. കാരണം അത്രമാത്രം ബൃഹത്തായ ആഖ്യാന രീതിയാണ് മഹാഭാരതത്തിലുള്ളത്. ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നതിന്റെ പർപ്പസ് അതല്ല, പക്ഷെ എങ്കിലും മനുഷ്യന്റെ ഒരുപാട് മനോഭാവങ്ങളെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അഹീതോഫേൽ എന്ന് പറയുന്ന ഒരു കക്ഷിയെ കുറിച്ചാണ്. ഈ അഹീതോഫേൽ എന്ന് പറഞ്ഞ മഹാവിക്രമനായിരുന്നു. നമ്മൾ നാട്ടുഭാഷയൊക്കെ പൊളവൻ എന്ന് പറയത്തില്ല, അതുപോലത്തെ ഒരുത്തനായിരുന്നു. അഹീതോഫേൽ ചെന്ന് ഒരു ഐഡിയ പറഞ്ഞു. അഹീതോഫേൽ പറഞ്ഞ ഐഡിയ ആയിരുന്നു കറക്റ്റ്. ദാവീദിന് ശരിക്കും 8ന്റെ പണി കിട്ടേണ്ട ഒരു ഐഡിയ ആണ് അഹീതോഫേൽ പറഞ്ഞത്. പക്ഷെ വേറെ ഒരാൾ, ദാവീദിനോട് ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞാൽ അത് അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം. ഞാൻ തൊട്ട് പുറകെ നിങ്ങൾ വായിച്ചാൽ മതി. അഹീതോഫേലിന് വലിയ മനപ്രയാസമായിപ്പോയി. ദാവീദ് കഷ്ടിച്ച് അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അവരെല്ലാം യോർദാൻ കടന്നുപോയി. അഹീതോഫേലിന് മനസ്സിലായി തന്റെ ആലോചന നിഷ്ഫലമായി പോയി. അഹീതോഫേൽ എന്ത് ചെയ്തു? അഹീതോഫേൽ തന്റെ വീട്ടിൽ പോയി തൂങ്ങിച്ചെത്തു. കെട്ടിഞ്ഞാന്ന് മരിച്ചു. ഇപ്പൊ 2 സ്ക്രിപ്ചറാണ്. നമ്മൾ ആദ്യം വായിച്ച സ്ക്രിപ്ചറും ഈ സ്ക്രിപ്ചറുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഈ വായനാഭാഗം വായിക്കുമ്പം, ഞാനിത് പ്രാവശ്യം പറഞ്ഞു അടുത്ത്, നിങ്ങളിത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വച്ചിരിക്കുന്നത്? എന്താണ് ഇതിന്റെ കണക്ഷൻ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അതിന്റെ കണക്ഷൻ ഇതാണ്. അവിടെ ആ വിധവയായ സ്ത്രീ അബൌട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ്, അല്ലെ, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുക. ഈ അടയം കൂടെ ഉണ്ടാക്കി തിന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ചെറിയ കാര്യങ്ങൾ, ചെറിയ സമ്പത്ത്, ചെറിയ സ്വപ്നങ്ങൾ, ചെറിയ നിരാശ, ജീവിതം അവസാനിപ്പിക്കുകയാണ് അവിടെ കൊണ്ട്. അഹീതോഫേലിന് വലിയ ആഗ്രഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ, വലിയ ചിന്തകൾ. കാരണം രാജ്യഭരണം അബ്ശാലോം പിടിക്കും, അഹീതോഫേൽ സെക്കൻഡ് ഇൻ കമാൻഡന്റ് ആവും. വലിയ ഭാവനയാണ്, വലിയ കാര്യങ്ങളാണ്. അപ്പൊ ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ പദ്ധതികൾ എത്ര വലുതാണെങ്കിലും എത്ര വിപുലമാണെങ്കിലും അതൊന്നും സക്സസ് ആകുകയില്ല. എന്നാൽ ആ വിധവ, ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്ന വിധവ ദൈവിക സംരക്ഷണയിൽ ദീർഘകാലം ക്ഷേമമായിരുന്ന് ക്ഷാമത്തെ അതിജീവിക്കുന്ന കാഴ്ച നമ്മളെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. അപ്പോൾ തൻ്റെ
കൗശല ബുദ്ധി കൊണ്ട് വക്രബുദ്ധി കൊണ്ട് ഈ ദാവീദിനെ ഭ്രഷ്ടനാക്കി രാജ്യാധികാരം മുഴുവൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ പരിശ്രമിക്കുന്ന അഹീതോഫേല് ദാ കിടക്കുന്നു, തൂങ്ങിച്ചാകുക. നമ്മുടെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ജ്ഞാനപ്പാന. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങളൊക്കെ വായിച്ചാണ്. ജ്ഞാനപ്പാന വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ഈ അവധിക്കാലത്ത്, അവധിയല്ല, നമ്മൾ അടച്ചിരിക്കുന്ന കാലത്ത് നല്ലൊരു സംഭവമാണ്. ഓൺലൈനിൽ കിട്ടും, ഗൂഗിളിൽ ചുമ്മാ അടിച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി ജ്ഞാനപ്പാനം മേടിക്കാൻ വേണ്ടി ആരും ഇറങ്ങി കൊറോണ വൈറസ് പിടിക്കും, എന്നിട്ട് ഇനി ആരെങ്കിലും പോലീസുകാർ പിടിക്കുമ്പോഴേക്കും അതിങ്ങനെ ശിവപീഡിയക്കൽ പാസ്റ്റർ പറഞ്ഞായിരുന്നു ജ്ഞാനപ്പാനം മേടിക്കണം, അത് മേടിക്കാൻ പോവാണെന്ന്. നാളെ ഫേസ്ബുക്കിൽ അതൊന്നും വരാൻ ഇടയാകരുത്. ജ്ഞാനപ്പാനം മേടിക്കാൻ ആരും പോകണ്ട, അത് ഓൺലൈനിൽ കിട്ടും. ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ അയച്ചു തരാം. അപ്പൊ ജ്ഞാനപ്പാന, അപ്പൊ 2-4 ദിനം കൊണ്ടൊരു തന്നെ തണ്ടിയിലെറ്റി നടത്തുന്നതും ഭവാൻ, അങ്ങനെ ഉണ്ട്. മാളിക മുകളേറിയ മന്നന്റെ. അപ്പം ജ്ഞാനപ്പാന വായിക്കുന്നല്ല. ജ്ഞാനപ്പാന വായിച്ചു കഴിയുമ്പം നമ്മൾ ഈ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ അതിനകത്ത് എഴുതിയിരിക്കും. കേരളീയ രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ജ്ഞാനപ്പാന ഒത്തിരി പണ്ട് എഴുതിയൊന്നും അല്ലല്ലോ, ബൈബിളൊക്കെ ഇറങ്ങി അത്ര ഈ അടുത്ത കാലത്ത് എഴുതപ്പെട്ടത്. പക്ഷെ ജ്ഞാനപ്പാന അതുപോലെയാണ് ഈ തിരുക്കുറൾ. എനിക്ക് ഇഷ്ടമുള്ളതാണ്. തിരുക്കുറൾ ശരിക്കും സദൃശ്യവാക്യങ്ങൾ തന്നെയാണ്, ബൈബിളിൽ തന്നെയാണ്, ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തിരുക്കുറളുള്ളത്. തിരുക്കുറൾ ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റെ ഇത് രണ്ടും ഹാർഡ് കോപ്പി ബുക്കാണ് ഉള്ളത്. എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ചില ബുക്കുകളാണ്. തിരുക്കുറൾ ഞാൻ മിക്കവാറും വായിക്കും. ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഭഗവത്ഗീത വായിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ല, വായിക്കണം കേട്ടോ. ഈ അടഞ്ഞിരിക്കുന്ന സമയത്ത് നല്ലതാണ് ഭഗവത്ഗീത. അതുപോലെ ജ്ഞാനപ്പാന. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിനകത്ത് കാണുന്ന ഈ ലെസൺ നിങ്ങൾ നോക്കിക്കേ. തൂങ്ങിച്ചാകാനിരുന്ന ആളെ പ്രവാചകൻ അങ്ങോട്ട് ചെന്നിട്ട് ക്ഷേമമായി പോറ്റുക. രാജാവാകാൻ വേണ്ടി ഇരുന്ന ആളെ തൂങ്ങിച്ചാകുക. നാളെ എന്തെന്നും ഏതെന്നും ആർക്കറിയാം. NN കക്കാട് പാടുന്നുണ്ട്. നാളെ എന്തെന്നും ഏതെന്നും ആർക്കറിയാം. ആർക്കും പ്രവചിക്കാൻ വരാത്ത ഫ്യൂച്ചറാണ്, അൺസർട്ടണിറ്റിയാണ്. അപ്പൊ അടുത്തത് നമ്മൾ വായിക്കുന്ന യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 35 1 മുതൽ 11 വരെ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം 1 മുതൽ 11 വരെ. യോശിയാവിന്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ രേഖാഭ്യ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതൊക്കെ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നുകൂടെ ഞാൻ വായിക്കാം. നമ്മുടെ ജീച്ചാനൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ രേഖാഭ്യ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് ബെസ്കാസ മുറി കൊണ്ട് ഇരുത്തണം എന്നായി പറയുന്നു. ബെസ്കാസ മുറി കൊണ്ട് ഇരുത്തിയിട്ട് അവർക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുക്കണം. അങ്ങനെ ഞാൻ ഹബസീന ഉണ്ടോ വായിക്കാൻ പോലും ബുദ്ധിമുട്ട്. ഹബസീന്യാവിന്റെ മകനായ യിരെമ്യാവിന്റെ മകൻ യയസിന്യാവയെയും, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പേരിട്ട് നമ്മൾ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം യയസന്യാവയെയും അവന്റെ സഹോദരന്മാരെയും അവന്റെ സകലപുത്രന്മാരെയും രേഖാഭ്യഗ്രഹം മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കകെ ശല്ലൂമിന്റെ മകനായ വാതിൽക്കാവൽക്കാരൻ മയസയാവിന്റെ മുറിക്ക് മീതെ ഇഗ്ദല്യാവിന്റെ മകനും ദൈവപുരുഷനായ ഹനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്ന് പിന്നെ ഞാൻ രേഖാഭ്യഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. കണ്ടോ? സ്വോത്രം. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാവ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന പ്രദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വകയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുകയും വരുത്, നിങ്ങൾ ജീവവരുന്ന കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും
പുത്രിമാരും പുത്രന്മാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവുമായാലും വിത്തുമില്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു. ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു. എന്നാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വരുവീൻ, കൽദേരുടെ സൈന്യത്തിന്റെയും അരാമ്യരുടെ സൈന്യത്തിന്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യെരുശലേമിലേക്ക് പോയി കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിൽ പാർത്തു വരുന്നു. അപ്പം എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ലെസൺ? ഇന്നലെ എനിക്ക് നമ്മുടെ അലക്സാണ്ടർ മാത്യു എന്ന് പറഞ്ഞ് നമ്മളെ ഈ ഓൺലൈനിൽ കാണുന്ന അച്ഛനുണ്ടല്ലോ, അച്ഛൻ പറഞ്ഞൊരു പോസ്റ്റ്, ഏതോ ഒരു അച്ഛൻ ഏതാണ്ട് $5 മില്യൺ പള്ളി പണിയാൻ വേണ്ടി പിരിവിന് ഈ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞത് പഴയ വീഡിയോ വല്ല ആയിരിക്കും ആളുകൾ. അപ്പം ഞാൻ പഴയ വീഡിയോ അല്ല, ഈ കൊറോണയുടെ കാലമാണെങ്കിലും നമുക്ക് പള്ളി മേടിക്കണമെന്ന് പറഞ്ഞ് പിരിവ് ചോദിക്കുന്നുണ്ടെന്ന്. അപ്പൊ എലീഷ ഗേഹസിയോട് ചോദിക്കുന്നുണ്ട്, വീടും വയലും തോട്ടവും ഒക്കെ നേടാനുള്ള സമയം ഇതാണോ എലീഷ? അങ്ങനെ എലീഷയുടെ ഗൃഹവും എലീഷയും ഒക്കെ കുഷ്ഠരോഗികളായി മാറുന്നതായിട്ട് നമ്മൾ വായി. ഇവിടെ ഇൻവിറ്റേഷൻ വരുന്നത് എവിടുന്നാ? ദൈവത്തിന്റെ പ്രവാചകനായ ഇരമ്യാവാണ് വിളിക്കുന്നത്. ദൈവത്തിന്റെ പ്രവാചകനായ ഇരമ്യാവ് ചെന്നിട്ട് ഇവരെ വിളിച്ച് എവിടെയാ കൊണ്ടുവന്നേ? ദൈവത്തിന്റെ ആലയത്തിൽ, ആലയത്തോട് ചേർന്നുള്ള ബസ്കാസമുറി കൊണ്ട് ഇരുത്തിയിട്ട് നല്ല ഒന്നാന്തരം വീഞ്ഞു കൊണ്ട് കൊടുക്കുക, നീ കുടിച്ച്. ദൈവത്തിന്റെ ആലയത്തിലാണ്, ദൈവം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ദൈവത്തിന്റെ പ്രവാചകനാണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ കുടിക്കുകയില്ല. അതിന്റെ കാരണം എന്നാ? കാരണം ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പം പറഞ്ഞിരിക്കുന്ന വാക്ക് ഞങ്ങൾ അനുസരിക്കും. അപ്പൊ ദൈവം പറയുക, നിങ്ങൾ അവരെ കണ്ടു പഠിക്കും. അവരുടെ അപ്പം പറഞ്ഞ വാക്കനുസരിച്ച് അവരെന്ത് ചെയ്യുന്നില്ല? വീഞ്ഞു കുടിക്കുന്നില്ല, വീട് പണിയുന്നില്ല, മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നില്ല, അവരിതൊന്നും ചെയ്യുന്നില്ല. കാരണം അപ്പൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ നിങ്ങളോ? മുഴുത്ത ദൈവം നേരിട്ട് പറഞ്ഞ, പക്ഷെ അനുസരിക്കുന്നില്ല. മറ്റൊരെ നോക്ക്, ഇതാണ് മൂഢജാതിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും എന്ന് പറയുന്നു. നിങ്ങൾ അവരെ നോക്ക്, ഹൗ ഒബീഡിയന്റ് ആർ ദേ? അവര് വളരെ ഒബീഡിയന്റ് ആണ്. നിങ്ങൾക്ക് നല്ല ഒന്നാന്തര ന്യായപ്രമാണം, ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ അനുസരിക്കുന്നില്ല. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. ദൈവം കാണിക്കുകയാണ് എങ്ങനെയാണ് അനുസരിക്കേണ്ടത്. അനുസരണയുടെ മാതൃക ആരിൽ നിന്നാണ് കാണിക്കുന്നോ? മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. ദൈവം എന്താ കണ്ടോ? അവരനുസരിക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 2:37 മുതൽ 47 വരെ. അപ്പോസ്തലപ്രവൃത്തി 2:37 മുതൽ 47 വരെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ എന്ന് പറഞ്ഞു. അടുത്ത വായനാഭാഗം. അപ്പൊ നിങ്ങൾ അവിടെ നോക്കിക്കേ, തൊട്ടു പുറയില് അവിടെ എന്താ സംഭവിച്ചേ? അവിടെ ഈ ജനം എന്റെ വാക്ക് കേൾക്കുന്നില്ല. അവര് കേൾക്കുന്നു, പക്ഷെ ഇവർ കേൾക്കുന്നില്ല, അവരനുസരിക്കുന്നില്ല. പക്ഷെ പത്രോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ ജനം ഹൃദയത്തിൽ കുത്തുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ആ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യം ഞാൻ വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയാണ്, എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. ദൈവത്തിന്റെ കംപ്ലൈന്റ് ആണ്. ഇവിടെ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ
മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പി. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 35:8 നോക്കാം. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിക്കുകയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു വരുന്നു. പാരമ്പര്യമാണ്, പിതാക്കന്മാരുടെ പാരമ്പര്യം. ആ കൽപ്പന അനുസരിച്ച്, ആ പാരമ്പര്യം അനുസരിച്ച് ഞങ്ങൾ ആരാണ്? ഞങ്ങൾ വീഞ്ഞു കുടിക്കാത്തവരും വീട് വെക്കാത്തവരുമാണ്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കാത്തവരാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. യെരമ്യാ 35:7. നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്. ഇവയൊന്നും നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർത്തുകൊള്ളുക. കൽപ്പന ആർക്കാണ്? നിങ്ങൾക്ക്. നിങ്ങള് വീഞ്ഞു കുടിക്കരുത്. കൽപ്പന നിങ്ങളും നിങ്ങളുടെ മക്കളും. ഇപ്പൊ പെന്തക്കോസ്തൽ ഉപദേശം അനുസരിച്ചാണ് നിങ്ങളുടെ കാര്യം പറയാതെ മക്കളുടെ കാര്യം പറയണ്ട. അത് അവർ പ്രായപൂർത്തിയായി കഴിയുമ്പം അവരവരുടെ കാര്യം നോക്കിക്കോളും. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല. അത് പറയാനാണ് ഈ ഭാഗം ഞാൻ എടുത്തത്. അവിടെ പറയാണ് നിങ്ങളുടെ മക്കളും. കാരണം കൽപ്പന അത് മക്കൾ. അത് മക്കളുടെ സമ്മതമൊക്കെ അവൻ മുതിർന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് വീട് പണിയണോ, വീട് വെക്കണോ, വിത്ത് വിതയ്ക്കണോ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കണോ, നോ 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 നോ, നിനക്ക് അപ്പാർട്ട്മെന്റ് വേണോ, വില്ല വേണോ, നോ ക്വസ്റ്റ്യൻസ്. നീ കൂടാരങ്ങളിൽ പാർത്താൽ മതി, നീ വിത്ത് വിതയ്ക്കണ്ട, നീ മുന്തിരിത്തോട്ടം ഉണ്ടാക്കണ്ട, നീ വീഞ്ഞു കുടിക്കണ്ട. കാരണം എന്നാ? ഞങ്ങളുടെ വല്യപ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പാരമ്പര്യം. അതാണ് പാരമ്പര്യമായി ക്രിസ്ത്യാനിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ബിബ്ലിക്കൽ പാറ്റേൺ, അതാണ് മാതൃക. അതാണ് ഈ വായനാഭാഗം ഇങ്ങനെ ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഈ സഭയിൽ വായനാഭാഗം ക്രമീകരിച്ച് വരുന്നവരെ കണ്ടാല് കടിച്ചു കീറാൻ തോന്നും. ഇതാണ് ഈ വായനാഭാഗത്തിന്റെ പ്രത്യേകത. കണക്ട് ചെയ്ത് വേണം വായിക്കാൻ. അപ്പോസ്തല പ്രവൃത്തി 2:37 പത്രോസ് പറയാണ് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. കണ്ടോ? അപ്പൊ കൽപ്പന യിരെമ്യാവിന്റെ പുസ്തകം 35. അപ്പൊ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യാണ് അവരെ. നമ്മളാണെങ്കിൽ സോദരം പറഞ്ഞ് അതെല്ലാം കുടിക്കും. ഞാനൊക്കെ ആണെങ്കിൽ കുടിക്കും, നിങ്ങളൊക്കെ ആണെങ്കിലും കുടിക്കുമായിരിക്കല്ലോ. നമ്മൾ നോഹയൊക്കെ ധ്യാനിച്ചിങ്ങനെ കുടിച്ചിങ്ങനെ ബോധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് യെരമ്യാവാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ മാർപ്പാപ്പ വിളിച്ചേച്ച് പറയാ ജോസ്മോനെ ഇത് അടിച്ചു എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് വീഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും? മാർപ്പാപ്പ തന്നല്ലേ. ഇതിപ്പോ എന്നാ വിഷയം എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ഒരു ഇതുണ്ട്. ഒരു പ്രവാചകനോട് ദൈവം പറയും, ഒരു യങ് പ്രോഫറ്റ് ആണ്, ചെറുപ്പക്കാരനാ. അവനോട് ദൈവം പറയും നീ അവിടെ നിന്നൊന്നും കഴിക്കരുത്, കുടിക്കരുത്. ഇവൻ പറഞ്ഞു ഓക്കെ, കാരണം ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഓൾഡ് പ്രോഫറ്റ് ഉണ്ട്. ഞാൻ പഴയ കാലത്തെ ഒരു പ്രവാചകനാണ് പുള്ളി. പക്ഷേ എക്സ് അനോയിന്റഡ് ആണ്, മുൻ അഭിഷിക്തനാണ്. ഇപ്പം വലിയ അഭിഷേകം ഒന്നുമില്ല. ചെറുപ്പക്കാരന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ അസൂയ തോന്നി, ഇവനോട്ടൊരു പണി കൊടുത്തേക്കാം. അവനെ വിളിച്ചു ഇവിടെ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അയ്യോ ഈ ദേശത്ത് നിന്നൊന്നും കഴിക്കരുത്, ഒന്നും കുടിക്കരുത് എന്ന് എന്നോട് യഹോവ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സോറി കേട്ടോ. ഭയങ്കര ശുശ്രൂഷയാവൻ. അന്നത്തെ മറ്റേ പ്രവാചകൻ സീനിയറല്ലേ, പുള്ളി പറഞ്ഞു ആഹാ കുറച്ചു മുമ്പേ ദൈവം എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു പയ്യനെ അങ്ങോട്ട് വിടുന്നുണ്ട്, പക്ഷെ അവന് നീ വല്ലതും കഴിപ്പിച്ചു കുടിപ്പിച്ച് വിടാവുള്ളൂ. ഞാൻ വലിയ പ്രവാചകനാണ്, എന്നോട് ദൈവം പറഞ്ഞ. എന്നിട്ട് ഈ ചെറിയ പ്രവാചകൻ ഓ റിയലി ദൈവം അങ്ങനെ പറഞ്ഞായിരുന്നോ? എന്നാ പിന്നെ കുഴപ്പമില്ല. കാരണം ദൈവകൽപ്പന ലംഘിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് നോക്കിയാണ് നമ്മൾ നടക്കുന്നത്. അതാണ് കാർണാലിറ്റി എന്ന് പറയുന്നത്, ജഡീകത. ഇപ്പൊ വ്യഭിചാരം ചെയ്ത പാപം നമുക്കറിയാം, നല്ല ഒന്നാന്തരായിട്ട് അറിയാം. പക്ഷേ വ്യഭിചാരം ചെയ്യാനുള്ള ഒരു ചാൻസ്, ഒരു എക്സ്ക്യൂസ് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന ഒരാള് ഭയങ്കര ഭക്തനാണ്. പുള്ളിക്ക് വ്യഭിചാരം ചെയ്യണം. പുള്ളി എന്നോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു സാഹചര്യം വന്നു,
അപ്പൊ നമ്മളൊക്കെ ഒന്ന് ആശീർവദിക്കുകയാണെങ്കിൽ പുള്ളിക്ക് വ്യഭിചാരം ചെയ്യാൻ വേണ്ടി പോകാൻ എന്നോട് ചോദിക്കും. കാരണം പുള്ളിക്ക് ഒരു തെറ്റിദ്ധാരണ, നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലൊക്കെ ആവുമ്പോൾ എല്ലാം ഇങ്ങനെ അനുവദിക്കുന്ന ഒരു കാര്യമാണല്ലോ ഗ്ലോറിയസ് ഗോസ്പൽ. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിനക്ക് കുഴപ്പമില്ല പോവാം, നിന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ഉണ്ടെങ്കിൽ നിനക്ക് പോവാം. കാരണം നിങ്ങളോട് ദൈവം ഇടപെടുന്നുണ്ട്. ഭാര്യയൊക്കെ ഉള്ള ആളാ. പുള്ളിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കൂടെ 3 ദിവസം ടൂർ പോകണം, ഇതാണ് പുള്ളിയുടെ ആഗ്രഹം. സ്ത്രീക്ക് സമാണ്, ഇവർക്ക് സമാണ്. പക്ഷെ ഇവർക്ക് എന്തോ ഒരു എന്റെ പെർമിഷൻ വേണം. ഞാനാരാ എന്റെ പെർമിഷൻ എന്തിനാ? നമ്മുടെ ഇതൊക്കെ കേൾക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞിടാ, ഞാനെന്തിനാ അനുവദിക്കുന്നത്? അല്ല പാസ്റ്റർ ഒന്ന് പറ, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അല്ല പുള്ളി സ്വാതന്ത്ര്യത്തെ ഒക്കെ കേട്ടിട്ട് അല്ല അതുകൊണ്ട് തന്നെ കുഴപ്പം, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എതിരില്ല, ഞങ്ങൾ ഇങ്ങനെ പോകുന്നു, അതുകൊണ്ട് വേറെ ആർക്കും നഷ്ടമില്ല. ഈ ലോകത്ത് ആർക്കും നഷ്ടം വരാത്ത കാര്യം. അപ്പൊ ഈ ലോകത്ത് ആർക്കും നഷ്ടം വരാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചു ചോദിക്കുന്നത്? നിങ്ങളിപ്പോ അവിടുന്ന് കുഴിമന്തി കഴിക്കുന്നത് എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച അവിടെ കുഴിമന്തി കഴിച്ചല്ലോ, അതൊക്കെ ഒരു ഭാഷ പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞു, കാരണം ഈ കേരളത്തിൽ ഒരു ട്രെൻഡ്, എനിക്ക് കുഴിമന്തി എന്നതാന്ന് പോലും അറിയത്തില്ല. കുഴിമന്തി എന്നൊക്കെ ആദ്യം കേട്ടാൽ ഞാൻ അവിടെ എൻ്റെ എലിയെ തല്ലിക്കൊന്ന് തിന്നാന്ന്. ഈ ഞങ്ങളുടെയൊക്കെ അവിടെ ഈ വേറൊരു വേക്കാണ് കുഴിമോയിൽ എന്ന് പറയാം. കിടങ്ങൂർ ഷാപ്പില് ഒക്കെ കിട്ടും കുഴിമോയിൽ. ഈ കുഴിമോയിൽ എന്ന് പറഞ്ഞ് എല്ലാവരും മേടിച്ച് കഴിക്കുക, എലിയാ സംഗതി. അപ്പൊ ഞാൻ ഈ കുഴിമന്തി എന്ന് പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർത്ത് ഇതാണ്ട് ഈ എലിയുടെ സാധനമാണ്. പിന്നെ മനസ്സിലായി എലിയല്ലെന്ന്. ഞാൻ കുഴിമന്തി ഇതുവരെ തിന്നിട്ടില്ല, എന്നാന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴും ഈ ഓൺലൈനിൽ ഇങ്ങനെ കാണാം. അപ്പൊ നിങ്ങൾ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ഞാനിതെല്ലാം തിന്നുകൊണ്ടിരിക്കാന്നല്ല, ഞാനിതൊക്കെ വായിക്കുന്ന കാര്യങ്ങളായി പറയുന്നു. സത്യമായിട്ട് ഞാൻ ഇന്നുവരെയും കുഴിമന്തി എന്നാന്ന് കണ്ടിട്ടില്ല, എന്നാന്ന് അറിയത്തില്ല. പക്ഷെ ഭയങ്കര ട്രെൻഡാ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, ക്വാറന്റൈനിൽ ഇരുന്ന ആർക്കോ കുഴിമന്തി വേണമെന്ന് പോലീസുകാരോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്ത മനോരമ TV-യിൽ. ഈ ആർക്കറിയാം ഇതെന്നാന്ന്? അപ്പൊ ഞാൻ ആ ഒരു ട്രെൻഡിൽ പറഞ്ഞ, അപ്പൊ ഈ പുള്ളി വർത്താനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കുഴിമന്തി തിന്ന് എന്നോട് ചോദിച്ചിട്ടാണോ? അന്നേരത്തിന് പുള്ളി ചോദിക്കും, അയ്യോ അതെങ്ങനെയാ പാസ്റ്റർ പറഞ്ഞു ഞാൻ കുഴിമന്തി തിന്നേ? ഞാൻ പറഞ്ഞു അതൊക്കെ അറിഞ്ഞു, നിങ്ങൾ കുഴിമന്തി തിന്നേ എന്നോട് ചോദിച്ചു ഇല്ലല്ലോ, അതെന്നാ ചോദിക്കാഞ്ഞ്? അല്ല അതിപ്പോ എന്നാ ചോദിക്കാൻ? അപ്പൊ ഇത് നിർദോഷമാണ്, ഇത് പാപമല്ല, നിങ്ങൾ രണ്ടുപേരുടെ അതിലെ ടൂർ പോകും, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമാണ്, പോയി പിന്നെ ഞാൻ തന്നെ വേണം. അപ്പൊ നമ്മുടെ ഒരു മാനുഷികമായ കാർണാലിറ്റി എന്ന് പറഞ്ഞ ഇതാണ്, നമ്മൾ പാപം ചെയ്യാനുള്ള അവസരം തക്കം പാർത്തിരിക്കുകയാണ്. അപ്പൊ ഇവനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ അവിടെ നിന്നും തിന്നരുത്, കുടിക്കരുത്. അന്നേ ഇവന്റെ മനസ്സിൽ ഇവൻ തീരുമാനിച്ചു എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ തിന്നണം, കുടിക്കണം. പക്ഷെ ഇവൻ പ്രവാചകനാണ്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, പ്രവചനമുണ്ട്, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുക, ദൂത് വരുന്നുണ്ട്, പറയുന്ന ദൂത് കൃത്യമാണ്, ജനം ഏറ്റെടുക്കുന്നുണ്ട്, ആകപ്പാടെ ശുശ്രൂഷയാണ്. പക്ഷെ ഇവൻ ഇതിനിടയ്ക്ക് എവിടെയാലും പോയി തൊട്ട് നക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മൂത്ത കളവൻ വിളിക്കുന്നത്. കളവൻ പറഞ്ഞാൽ ഇവിടെ വാ, നിന്നേക്കാൾ മുമ്പ് ഞാൻ പ്രവാചകൻ. അതൊക്കെ അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ വല്യമ്മച്ചിരൊക്കെ ആയിട്ട് അങ്ങനെ. അതെ ഞാൻ വലിയ പ്രവാചകൻ. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഇന്ന് നിങ്ങളോട് പറയാണ്, നിങ്ങളോട് ദൈവം പറയാത്ത ഒരു കാര്യവും ദൈവം വേറെ ഒരു മോനോടും പറയത്തില്ല. കുറിച്ചു വെച്ചോ ഇത്. ഓക്കെ സജിത്തെ, താങ്ക് യു. പുള്ളി എങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ വന്നു? ബലൂണെ വന്നു. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളോട് ദൈവം സംസാരിക്കും. ഗ്ലോറിയസ് ഗോസ്പൽ അത് തന്നെ, നിങ്ങളോട് ദൈവം സംസാരിക്കും. ദൈവം സംസാരിക്കാത്ത ഒരു മനുഷ്യരും ഇല്ല, എല്ലാവരോടും സംസാരിക്കുമെന്ന്. കാരണം ഒന്നാമത് നിങ്ങൾക്കിത് കേൾക്കണ്ട, അതാണ് പ്രശ്നം. നിങ്ങളോട് ദൈവം സംസാരിക്കില്ല, നിങ്ങൾ എന്നെ വിളി, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ദൈവം സംസാരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും, സംസാരിക്കും. ഇനി അടുത്തത്, നിങ്ങളോട് പറയാത്ത ഒരു കാര്യവും ദൈവം നിങ്ങളെ പറ്റി വേറൊരാൾ പറയത്തുമില്ല. ഇതാണ് പുതിയ നിയമം. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഞാൻ അവരിൽ ഓരോരുത്തരോട് നേരിട്ട് സംസാരിക്കും. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. ഇത് ദൈവം തുടങ്ങിയിട്ട് കുറെ നാളായി. ഈ ഇസ്രായേൽ ജനത്തെ മുഴുവൻ മിസ്രൈമിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ദൈവം പറഞ്ഞ എന്നാന്നറിയോ? ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. വലിയ പ്രതീക്ഷയല്ല പുള്ളിക്കാരൻ ഇറങ്ങി വന്നു. കാരണം ഈ ജനവുമായിട്ട് അങ്ങോട്ട് എന്നായിരുന്നു അങ്ങനെ തന്നെ കുഴഞ്ഞിങ്ങനെ ജനത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അങ്ങ് നടന്ന് ഉലാവി എല്ലാരെ സ്നേഹിച്ച് എല്ലാരെ ചിരിച്ചു കാണിച്ചു. ചാക്കോച്ചു ചെറിയാനെ എന്നാ ഉണ്ടറാ, ക്ലാരമോളെ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഇതിനിടെ കൂടെ ഇതാ ദൈവത്തിന്റെ ആഗ്രഹം.
ഇതിനു വേണ്ടിയാണ് മിസ്രൈമിൽ നിന്ന് ഇവരെല്ലാം ചാടിച്ച് മരുഭൂമി കൊണ്ടുവന്നത്. അപ്പോൾ നല്ല സൗകര്യമല്ലേ ഈ ക്യാമ്പൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ക്യാമ്പിനൊക്കെ പോകുമ്പോഴാണ് പാസ്റ്റർമാർക്ക് വിശ്വാസികളെല്ലാം നല്ലപോലെ ഇടപെടാനും അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ ഈ മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നു ഇവരെല്ലാം മരുഭൂമി കൊണ്ടുപോയിട്ടിട്ട് ഇവരോടെല്ലാം വർത്തമാനം പറയണം. ഇവരുടെ എല്ലാം അടുക്ക് ഓരോരുത്തരുടെ ഈ സമാഗമന കൂടാരൊന്നും ഒരു പ്ലാനും ഇല്ല. ഇവന്റെ എല്ലാം കൂടാരത്തിനകത്ത് കയറിയിരിക്കണം, കപ്പ വേവിക്കുകയും മത്തി കറി വെക്കുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഇരിക്കണം, വർത്തമാനം പറയണം. ശോശാഞ്ചെടുത്ത് ആ മത്തി അങ്ങ് പൊരിച്ചോ എന്നൊക്കെ പറഞ്ഞ് അത് പൊരിച്ചതിങ്ങനെ മേടിക്കും. ദൈവം മേടിക്കുന്നു. കാരണം ശിംശോൻ കണ്ടില്ലേ, നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഗിദയോൻ എന്നാ വടയൊക്കെ കൊണ്ട് വെക്കുമ്പോൾ ചാറൂട് ഒഴികടാ പോയെന്ന് പറഞ്ഞ് ചാറൂട് ഒഴിച്ചിട്ട് അതെല്ലാം കഴിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ദൈവമായ കർത്താവ് ഇതായി ഇതൊക്കെ മേടിക്കും. മനുഷ്യന്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം പങ്കാളിയായി അവന്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ചാണ് ദൈവം ഈ ജനത്തെ മുഴുവൻ ഈ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്നു. മരുഭൂമി കൊണ്ടുവന്നിട്ട് ദൈവം തമ്പുരാൻ പാവം ഈ ജനത്തോട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി വരിക. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവാണ്, പർവ്വതം പുകയാൻ തുടങ്ങി, തീ കത്താൻ തുടങ്ങി, ഇടി മിന്നാൻ തുടങ്ങി, ദൈവം തമ്പുരാൻ ഇറങ്ങി വരിക ജനത്തോട് വർത്തമാനം പറയാൻ. ആ ശബ്ദം കേട്ട് ജനം എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് മോശയോട് പറഞ്ഞു, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട, നീ എന്നാന്ന് വെച്ചാൽ പോയി കേട്ടോ, എന്നിട്ട് നീ എന്ന് പറഞ്ഞാൽ ഞങ്ങളതും കേട്ടോളാം. ഇസ്രായേൽ ജനം പണി മേടിച്ച് കേട്ടുക, ചോദിച്ചു മേടിച്ചതാ. ദൈവം നേരിട്ട് ഇവരോട് സംസാരിച്ചാണ്. ജനം വെച്ചതാ മധ്യസ്ഥനെ, അല്ല ദൈവം വെച്ചതല്ല. ജനം വെച്ചതാന്ന്. നിങ്ങൾക്കറിയോ, ജനം വെച്ചതാ. അങ്ങനെയാണ് ഈ സംവിധാനം. പിന്നെ പുത്രനെ അയച്ചു. പുത്രനിലൂടെ സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പുത്രനെ ഇവർ തിരസ്കരിച്ചു. അവന് പുത്ര ഉപമ പറയാൻ തുടങ്ങി. ഇത് ഉപമയാണ് ഇവർക്ക് മനസ്സിലായില്ല. മൂന്നാമത്തെ പരിശ്രമ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്നെങ്കിൽ മെരീബായിലെ പരീക്ഷാ ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടോണം. പരിശുദ്ധാത്മാവ് എല്ലാവരോടും നേരിട്ട് സംസാരിക്കും. അതിന് പ്രത്യേകിച്ച് വരവൊന്നും വേണ്ട, നിങ്ങളോട് സംസാരിക്കുമെന്ന്. ഇനി നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാത്ത ഒരു കാര്യവും വേറൊരു പ്രവാചകനോട് സംസാരിക്കത്തില്ല. നിങ്ങളോട് സംസാരിച്ച കാര്യത്തിന്റെ കൺഫർമേഷനായിട്ട് മാത്രമേ പ്രവാചകനോട് സംസാരിക്കുള്ളൂ. ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവം ഇതാണ്. എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിച്ച പല കാര്യങ്ങളും പല പ്രവാചകന്മാരിലൂടെ എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിരിക്കും, ആമേൻ, കാരണം ഇത് എന്നോട് ഓൾറെഡി പറഞ്ഞ. പക്ഷെ എന്നോട് പറയാത്ത കാര്യങ്ങളും പല പ്രവാചകന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനോടൊക്കെ പോടാന്ന് പറഞ്ഞിട്ട് അതൊന്നും നടന്നിട്ടില്ല. ഒന്നും നടന്നിട്ട്. ഞാൻ ഒരിക്കല് 3 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുക. പെന്തക്കോസ്തിലായിരുന്നപ്പോഴാണ് ഞാൻ 3 ദിവസം ഉപവസിക്കുക. ഉപവാസത്തിന്റെ 2-ാം ദിവസം ഒരു പ്രവാചകം വന്നു. ജനങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. പ്രവചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ആവേശം കയറി എന്റെ നേരെ നോക്കി പ്രവചിച്ചു, ഈ പ്രവചനം 7 ദിവസത്തേക്ക് നീട്ടണമെന്ന് ദൈവാത്മാവ് പറയുന്നു. 7 ദിവസം ശത്രുവിന്റെ വലിയ പോരുണ്ട്. 7 ദിവസം ദൈവസന്നിധി തന്നെ ഇരിക്കണം. അപ്പൊ ഇവന് പിന്നെ 3-4 ദിവസത്തിന് പണിയില്ലെന്ന് തോന്നുന്നു, പ്രോഗ്രാമില്ല. കാരണം അടുത്ത ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ 4 ദിവസത്തേക്ക് നമ്മൾ ശുശ്രൂഷയ്ക്ക് പെട്ടെന്ന് ആളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവന് തന്നെ 4 ദിവസം, അവിടെ 7 ദിവസം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്റെ വലത്തെ കൈ തളർന്നു പോകുന്ന പ്രവചിച്ചു. ജനമെല്ലാം കാറി കൂയി അലറി വിളിച്ച്. ഞാൻ അവിടെ വെച്ച് തന്നെ അന്നേരത്തിന് എന്റെ ഇപ്പുറം ഇരുന്നൊരുത്തിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നീ താഴെ ചായക്കടയിൽ പോയി പെറോട്ട ഇറച്ചി മേടിച്ചോണ്ട് വന്നു. ഇവൻ പോയി പെറോട്ട ഇറച്ചി മേടിച്ചോണ്ട് വന്നു. ആ 3 ദിവസം ഉപവാസം. 2-ാം ദിവസം ഞാൻ എല്ലാവരും അവിടെ ഇരുന്ന് പെറോട്ട ഇറച്ചിയും കഴിച്ചു. ഞാൻ പറഞ്ഞു ഉപവാസം ഇവിടെ നിർത്താന്ന് പറഞ്ഞു. ഇവൻ 7ആക്കാനല്ല പറഞ്ഞു. 3 പ്രഖ്യാപിച്ചിരുന്നു. 3 ഇല്ല, 2 നിർത്തി. കൈ തളരുന്ന കാണട്ടില്ല. എന്റെ കൈയൊന്നും തളരത്തൊന്നുമില്ല. ഞാൻ അത് ചെയ്തുകൊണ്ട് അന്നത്തെ ആ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ജനങ്ങളെ മുഴുവൻ ഇവൻ വശീകരിക്കും. ഇതാണ് ഈ പെന്തക്കോസിൽ നടക്കുന്ന കാര്യം. പറഞ്ഞത് കൈ തളരുന്ന ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പൊ ഈ 10-22 കൊല്ലം മുമ്പാ ഇവൻ പ്രവചിക്കുകയാണ്. മനുഷ്യ ആളുകളെ അടിമകളാക്കാൻ വേണ്ടി. നമ്മളോട് പറയാത്ത ഒരു കാര്യവും വേറൊരുത്തിനോട് ദൈവം പറയത്തൊന്നുമില്ല. നിങ്ങൾ അത് വിശ്വസിക്കരുത്. നിങ്ങളോട് ദൈവം പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ ലിസൺ ചെയ്യാത്ത, അതിപ്പോ ആരുടെ കുറ്റം? നിങ്ങൾ ദൈവസന്നിധി സമയം ചെലവഴിക്കണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരുപാട് ഒച്ച നമ്മൾ കേൾക്കുന്നില്ല, അത് നിങ്ങൾക്കറിയോ? എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഞങ്ങളുടെ അവിടെ ഈ നാണിച്ചയെടുത്ത് തുണി അലക്കുന്ന വെച്ച് ഞങ്ങളുടെ വീട്ടിൽ കേൾക്കാം.
അവരലക്കുന്ന ഒരു താളത്തിലാണ്. അപ്പം അത് ഇന്നയാൾ തുണി അലക്കുന്നതെന്ന് അറിയാം. താഴെ ചായക്കട തേങ്ങ പൊതിക്കുന്ന വെച്ച കേൾക്കാം. തേങ്ങ പൊതിക്കുന്ന എണ്ണ വെച്ചുകൊണ്ട് ചെറിയൊരു വെച്ചുള്ളൂ, അത് കേൾക്കാം. തേങ്ങ ഉടയ്ക്കുന്ന വെച്ച കേൾക്കാം. അരി ആട്ടുന്ന വെച്ച കേൾക്കാം. മുളക് ഇടിക്കുന്ന വെച്ച കേൾക്കാം. അരയ്ക്കുന്ന വെച്ച കേൾക്കാം. പൊടിക്കുന്ന വെച്ച കേൾക്കാം. ചോവൻ തെങ്ങിന്റെ മുകളിൽ കള്ള് ചെത്തുന്ന വെച്ച കേൾക്കാം. ടക് 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 ടക്ക് ഇവിടെ കേൾക്കാം. എന്തുകൊണ്ടാ അന്ന് ഇതെല്ലാം കേട്ട് ഇന്ന് അതൊന്നും ഇല്ല? ഇന്ന് നാട്ടിൽ ചെന്നാൽ ഇങ്ങനെ, ഇന്ന് അതില്ലാന്നില്ല. ഇന്ന് ഒരൊച്ചയും കേൾക്കുന്നില്ല. കാരണം ശബ്ദായമാനമായി ലൈഫ് ബിക്കം നോയ്സി, ശബ്ദമുഖരിതമായി, അന്തസാര ശൂന്യമായി. ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി. ഷേക്സ്പിയർ പറഞ്ഞ പോലെ ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി. ശബ്ദമുഖരിതമായി പോയി, നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് പ്രാർത്ഥന. ദൈവം സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റാത്തത് നമ്മൾ ലിസൺ ചെയ്യാത്തത് കൊണ്ടാണ്. വിളക്കണച്ചിട്ട് വിശുദ്ധാലയത്തിൽ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ ശാമുവേലിന്റെ ഒരു ശബ്ദം കേട്ടു. ശാമുവേൽ. ഏലി പുരോഹിതനാണോ വിളിച്ചത്? ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. പിന്നെയും കേട്ടു, ശാമുവേൽ. അപ്പൊ ഏലി പറഞ്ഞു, ഇനി കേട്ടാൽ അടിയൻ ശ്രദ്ധിക്കുന്നു, ദൈവമായിരിക്കും. അപ്പൊ എന്നാ അങ്ങയോട് പറയാത്തെ? എന്റെ ചെവി ഒന്നും ഇനിയിപ്പോ കേൾക്കത്ത്. അപ്പൊ നമുക്ക് ഈ ചിലപ്പോ നമ്മുടെ തടിച്ചു പോയി. ഇപ്പൊ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, നിങ്ങളോടെല്ലാം സംസാരിക്കുന്നുണ്ട്. ലിസൺ ചെയ്താൽ മതി. ലിസൺ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ശബ്ദം കേൾക്കാത്തത്. ഇപ്പൊ നിങ്ങൾ ഓർക്കോ, ദൈവം എല്ലാവരോടും സംസാരിക്കും. അതാണ് പുതിയ നിയമത്തിന്റെ വാഗ്ദാനം. അല്ല പിന്നെ ദൈവം കള്ളനാ. ഒന്നുകിൽ നിങ്ങൾ കള്ളനാണ്, അല്ലെങ്കിൽ ദൈവം കള്ളനാണ്. ഇത് ഞാൻ ഏതാ വിശ്വസിക്കണ്ടേ? ദൈവം കള്ളനാന്ന് വിശ്വസിക്കണോ, അത് നിങ്ങൾ വിശുദ്ധനാന്ന് വിശ്വസിക്കണോ? ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ പ്രസ്താവന കള്ളമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ദൈവം സംസാരിക്കും. നമ്മുടെ അകത്ത് ഇങ്ങനെ ഒഴിവ് കഴിവുണ്ട്. എന്നോട് ദൈവം സംസാരിക്കണ്ട, നമുക്കിഷ്ടമില്ല. ഈ ബ്ലഡ് വർക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. കാരണം എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്. ഷുഗറിന്റെ ഒക്കെ A1C ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല വരച്ചു. ഞാനിത് ചെക്കിങ് കഴിയുമ്പോൾ 1.5 കൊല്ലം 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണമെന്ന്. കാരണം ഇത് പോയി കഴിഞ്ഞാൽ മാനുഷികമായാണ്. കാരണം പോയി കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കുഴപ്പത്തില്ല, ഇതെല്ലാം കാണണ്ടേ, ഇതേ നമുക്കിഷ്ടമുണ്ടോ? പരിശോധനയ്ക്ക് വിധേയപ്പെടുന്നത് ആർക്കും ഇഷ്ടമില്ല. അത് നമ്മുടെ ഒരു നേച്ചറാണ്. ദൈവം തമ്പുരാനോട് സംസാരിക്കാനിരുന്നാൽ ദൈവം വല്ലതൊക്കെ പറയാതെ നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അപ്പുറത്തെ വഴി പോവും, ഇപ്പുറത്തെ വഴി പോവും. ഭാര്യയ്ക്ക് മുഖം കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. കാരണം ഭാര്യ വല്ലതും ചോദിച്ചാലോ ലേറ്റ് ആയിട്ട് ഇല്ല, കള്ളു കുടിച്ചേച്ചില്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞോടും. അപ്പന് മുഖം കൊടുക്കാത്ത മക്കളുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കാത്തവരുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒത്തിരി ബ്രേക്ക് ആകുന്ന റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടുന്നതുകൊണ്ടാണ്. ഇപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം, ഏലിയാവ് യാഗപീഠത്തെ നന്നാക്കി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിലെ യാഗപീഠത്തെ ഒന്ന് നന്നാക്കിയാൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ക്രമീകരിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. അപ്പൊ ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന ഈ പ്രവാചകന് ഒരു ആഗ്രഹം ഉണ്ട്. കാരണം അവിടുത്തെ മമ്മദ് ഖാന്റെ പൊറോട്ട, പക്ഷെ ദൈവം പറഞ്ഞു അവിടെ നിന്നും കഴിക്കല്ലേ, കുടിക്കല്ലേ. അപ്പോഴേക്കാണ് ഈ മൂത്ത പ്രവാചകൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു, ദൈവം എന്നോട് പറഞ്ഞല്ലോ നിന്നെ കഴിപ്പിച്ചും കുടിപ്പിച്ചും വിടാവുള്ള നീ ആണോ? ഇനി അഥവാ ദൈവം ചോദിച്ചാലും പറയല്ല, ആ മറ്റേ പ്രവാചകൻ പറഞ്ഞോണ്ടാണ് ഞാൻ കഴിച്ചു, ഞാനെന്ന് പറഞ്ഞില്ല ദൈവമേ. അങ്ങനെ നിന്നോട് പറഞ്ഞതിന് വിപരീതമായി ഒരു മെസ്സേജും ദൈവം വേറൊരാൾക്കും കൊടുക്കത്തില്ല. ബിക്കോസ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ വീട്ടിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു വിടും, എന്നിട്ട് കൊച്ചുങ്ങളെ ഈ വേറെ പിന്നെ കഥയൊക്കെ പറഞ്ഞു വന്നിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ഇതൊക്കെ സിനിമ. ഇതൊക്കെ പണ്ടേ ബൈബിളിലുണ്ട് അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ. നിങ്ങളൊക്കെ അത്യാവശ്യം സിനിമ, നിങ്ങൾ വിശുദ്ധന്മാരാകരുത് കേട്ടോ, വിശുദ്ധന്മാരാകരുത്. വിശുദ്ധന്മാരെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം നിങ്ങൾ അത്യാവശ്യം കുറച്ച് സിനിമയൊക്കെ കാണണം, എന്നാൽ ഈ ലോകത്ത് എന്ത് നടക്കുന്ന അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ പറ്റിയതിനകത്ത് നിങ്ങളൊന്നും സിനിമ ഒന്നും കാണത്തില്ല, നിങ്ങൾ സുയോഗ്യത മാത്രം പാടും. എന്റെ തന്നെ പെന്തക്കോസുകാർ കാണാത്ത ഒരു സിനിമ ഇല്ല കേട്ടോ. പെന്തക്കോസിലെ എല്ലാവരും
1000 മടങ്ങ് സിനിമയാണ്. ഞാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയെ കാണത്തുള്ളൂ. ഇന്ന സിനിമ ഒന്ന് കണ്ടു നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ, കാരണം എനിക്കിപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരുന്നാലും എനിക്ക് ചെയ്തു തീർക്കാനും വായിച്ചു തീർക്കാനും പറ്റാത്തത്തോളം പുസ്തകമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഇവിടുന്ന് അയർലൻഡിൽ നിന്ന് ഒരാൾ വിളിച്ച്, ഈ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ്, എന്നിട്ട് പറഞ്ഞു പാസ്റ്ററുടെ അഡ്രസ്സ് എനിക്ക് തരണം, ഞാൻ കുറേ നല്ല പുസ്തകങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അഡ്രസ്സും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എത്ര വർഷം ജീവിച്ചിരുന്നാലും, ഇനിയിപ്പോൾ ഒരു 50 വർഷവും കൂടെ ഞാൻ ജീവിച്ചിരുന്നു നോക്കും, അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ പറയുകയാണ്, ഇനി 50 വർഷവും കൂടെ ഞാൻ ജീവിച്ചിരുന്നാലും ആ 50 വർഷം കൊണ്ട് ഞാൻ വായിച്ചാലും വായിച്ച് തീരുകയല്ലാത്തതും എന്നാൽ വായിച്ചിരിക്കേണ്ടതുമായ ബുക്കുകളുടെ ശേഖരം എനിക്കുണ്ട്. എന്നെ കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്ലീസ് എനിക്ക് ഒരു പുസ്തകവും വേണ്ട, പുതിയൊരു പുസ്തകം വെറുതെ മേടിച്ചു വെക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾ ഓർക്കണം ലൈഫ്. ഈ പ്രവാചകൻ അവിടുന്ന് ഒഴിവ് പറയാൻ വേണ്ടി എന്നാ മറ്റേ പ്രവാചകൻ പറഞ്ഞോണ്ട് എന്നാ കഴിച്ചേക്കാം. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുണ്ട്, അത് ക്രമീകരിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്, ഉറപ്പായിട്ട് സംസാരിക്കും. അപ്പോൾ വാഗ്ദത്തം ആർക്കാണ്? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മക്കൾക്കും കൂടെ ഉള്ളതാണ് പ്രോമിസ്, വാഗ്ദാനം. അതാണ് ആ വാക്യങ്ങളുടെ ബന്ധം. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി വരെ ആയുള്ളൂ അല്ലേ നമ്മള്. ഈ 2 ഭാഗങ്ങളുണ്ട്. 1 തെസ്സലോനിക്കർ 4:1 മുതൽ 12 വരെ. 1 തെസ്സലോനിക്കർ, കുഴപ്പമില്ലല്ലോ വായിക്കുന്നതിന്. 1 തെസ്സലോനിക്കർ 4:1 മുതൽ 12 വരെ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞുമായിട്ട് കണക്ഷൻ വന്നോ? ഈ സുറിയാനി സഭയുടെ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഓക്കന്മാരൊന്നുമല്ല, എഴുതി വെച്ചിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ കുത്തകയെല്ലാം പെന്തക്കോസ്തുകാർക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിതെല്ലാം നോക്കിയേച്ചാണ് കാല് മാറിയത്. നിങ്ങൾക്ക് മനസ്സിലായത്? നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫൈനലി then brethren we urge and exhort in the Lord Jesus that you should abound more and more, just as you received from us how you ought to walk and to please God. ഇപ്പൊ ദൈവപ്രസാദം കിട്ടാൻ വേണ്ടി the acceptable way of God, ദൈവപ്രസാദം കിട്ടാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്? ഞങ്ങളോട് കേട്ടു, നിങ്ങൾ അനുസരിക്കുന്നു, അതെന്ത് ചെയ്യണം? അധികം വർദ്ധിച്ചു വരണം. ഞങ്ങൾ അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. എന്ന് പ്രബോധിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജ്ഞാപിക്കല്ല, അപേക്ഷിച്ച്. നിങ്ങൾ കണ്ടില്ലേ തമിഴ്നാട്ടിലെ പോലീസുകാരൻ ഇങ്ങനെ തൊഴുത് പിടിച്ചു ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോ എന്നൊക്കെ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുകയാണ് പൗലോസ്. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ? For this is the will of God, your sanctification, that you should abstain from sexual immorality. ലൈംഗിക അശുദ്ധിയിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കണം. കാരണം ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. പാത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. That each of you should know how to possess his own vessel in sanctification and honor. You shall become a vessel of honor. ഒരു മാനപാത്രമായി മാറണം. ഒരു ഹീനപാത്രമുണ്ട്, മാനപാത്രവുമുണ്ട്. ഏതാണ് മാനപാത്രം? ലൈംഗിക അശുദ്ധിക്ക് തന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാത്ത, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന, ദൈവത്തിന്റെ സ്വരത്തെ ശ്രദ്ധിക്കുന്ന അവനാണ് മാനപാത്രം, വെസൽ ഓഫ് ഹോണർ. ഹീനപാത്രമുണ്ട്. പൗലോസ് പറയാണ്, ഒരു വീട്ടിൽ, വലിയ വീടാണെങ്കിൽ ആ വലിയ വീട്ടിൽ പല ടൈപ്പ് പാത്രമുണ്ട്. ചിലത് പൂപ്പാത്രമുണ്ട്, പൂ വെച്ച് വെക്കാൻ.
ചിലത് ഉപ്പിട്ട് വെക്കുന്ന പാത്രമുണ്ട്, മുളകിട്ട് വെക്കുന്ന പാത്രമുണ്ട്, കഞ്ഞി വെക്കുന്ന പാത്രമുണ്ട്, കറി വെക്കുന്ന പാത്രമുണ്ട്, പായസം വെക്കുന്ന പാത്രമുണ്ട്, കക്കൂസിൽ ഉപയോഗിക്കുന്ന പാത്രമുണ്ട്. മനസ്സിലായില്ലേ? മൂട് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല പാത്രമാണ്. ചിലത് ഹീന കാര്യത്തിന് ഉപയോഗിക്കുന്നു, ചിലത് മാന കാര്യത്തിന് ഉപയോഗിക്കുന്നു. നിന്നെ ഏത് കാര്യത്തിന് ഉപയോഗിക്കുന്നു? ഏത് പാത്രമാണ്? നിങ്ങൾ നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്താൽ മതി. ദൈവഭവനത്തിലെ ഏത് പാത്രമാണ് ഞാൻ? മാനപാത്രമാണോ ഹീനപാത്രമാണോ? പൗലൂസ് പറയാണ്, എൻ്റെ ആഗ്രഹം ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. എന്താണ് സഹോദരനെ ചതിക്കരുത്? നീ സഹോദരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ അല്ലെ മറ്റൊരുവന്റെ ഭാര്യയുമായിട്ട് നീ ടൂറിന് പോകരുത്, കറങ്ങാൻ പോകരുത്. അതാ എഴുതി വെച്ച്. ഇത് ഈ പുതിയ നിയമം എഴുതി വെച്ച് ഒന്നും പിടിയിട്ട് ഇങ്ങനെ വായിച്ച് നിർദോഷമായിട്ട് എന്നാ മനസ്സിലായ പൗലൂസ് എന്നെ അവിടെ എഴുതി മനസ്സിലായത്? യേശുവിന്റെ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു, ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ദൈവത്തിന്റെ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമുകാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും വരുതേ. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞ പോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്ന കർത്താവല്ലോ. ഇതെന്നാ ഈ കാര്യത്തിൽ സഹോദരനെ ചതിക്കരുത് എന്ന് പറഞ്ഞാൽ നീ വല്ലോന്റെ ഭാര്യയെ കൊണ്ട് ടൂറിന് പോകണ്ട, അവള് പൊക്കോളും. എന്നോട് ചോദിച്ച് പുള്ളി പോവുകയൊക്കെ ചെയ്തു കേട്ടോ, ഞാൻ അറിഞ്ഞു പോയെന്ന്. പിന്നെ പുള്ളി വിളിച്ചിട്ടുമില്ല, ഒരു റിലേഷൻ പോയി. പിന്നെ എനിക്കാരും സ്വോത്രാഴ്ച ഒന്നും തരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സ്വോത്രാഴ്ച കിട്ടുന്നായിരുന്നു ഞാനും പറഞ്ഞേനെ. അപ്പൊ ഇതുകൊണ്ട് സഹോദരനെ ചതിക്കുകയും വരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞ പോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്ന കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തുച്ഛീകരിക്കുന്നു. ഇതൊന്നും മനുഷ്യനുമായിട്ടുള്ള ബന്ധമല്ല. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് dwells in you. നിങ്ങൾ എന്ത് ചെയ്യാ? യു ആർ ബീലിറ്റ്ലിംഗ് നോട്ട് men, but you are belittling the spirit of God. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ തുച്ഛീകരിക്കുന്നു. ബി കെയർഫുൾ. But concerning brotherly love, you have no need that I should write to you, for you yourselves are taught by God to love one another. And indeed you do toward all brethren who are in Macedonia. We urge you, brethren, that you increase more and more. Therefore he who rejects this does not reject men but God, who has also given us his Holy Spirit. അടുത്ത വാക്യം വായിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും. ഇപ്പൊ മോഡി ആജ്ഞാപിച്ച പോലെ അടങ്ങിപ്പാർപ്പാനും നിങ്ങൾ വേണേൽ വരച്ചു വെച്ചോണം. 1 തെസ്സലോനിക്കർ 4:12 ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും. ഈ ലോകത്തുള്ള ആളുകൾ വ്യഭിചാരം നിർത്താമെങ്കിൽ വേൾഡിലെ വിമാനയാത്ര 40% കുറയും. നിങ്ങൾക്കറിയോ അത്? ലോകത്തുള്ള ആളുകൾ വ്യഭിചാരം നിർത്താമെങ്കിൽ ലോകത്തുള്ള വിമാനയാത്ര 40% കുറയും. അന്തരീക്ഷ മലിനീകരണം 40% കുറയും. ഓസോൺ പാളിയുടെ ദ്വാരമെല്ലാം അടഞ്ഞു പോകും. ഭൂമി കൂടുതൽ നന്നാകും. വിമാനയാത്രകളുടെ 40%, കൃത്യം 40% സോൺലി ഫോർ അഡൾട്ടറി. വ്യഭിചാരത്തിന് വേണ്ടി മാത്രമാണ് 40% വിമാനയാത്ര നടക്കുന്നത്. ഒന്നിനും മുട്ടില്ലാതിരിക്കാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവസാനത്തെ ഭാഗം ലൂക്കാസ് സുവിശേഷം 18:31 മുതലാണ്. ലൂക്കാസ് സുവിശേഷം 18:31 മുതൽ. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന എല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർക്ക് തിരിഞ്ഞതുമില്ല. അവൻ എരികോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരി പ്രമാണിയും ധനവാനുമായ ലാസർ
അല്ല, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ, ലാസറല്ല സക്കായി. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, സക്കായിയെ നീ താഴേക്ക് ഇറങ്ങി വാ, നീ എന്നോടുകൂടെ പരദേശായിൽ ഇരിക്കുമെന്ന്. പ്രസംഗിച്ചപ്പോൾ മാറിപ്പോയതാ. പ്രായമാകുമ്പോൾ അങ്ങനത്തെ അബദ്ധമൊക്കെ പറ്റും. എനിക്കും പ്രായമായെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ പറയാണ്, യേശു കർത്താവ് പന്തിരുവരെ കൂട്ടിക്കൊണ്ട് പറയാണ്, ഇതാ മരിച്ചുപുത്രൻ യെരൂശലേമിലേക്ക് പോവാണ്, അവനെ അവരവിടെ വെച്ച് പിടിക്കും, അടിക്കും, കൊല്ലും, തുപ്പും, പക്ഷെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. യാക്കോബ് പ്രവചിച്ചത് യേശു ഇവിടെ ഏറ്റു പറയുകയാണ്. ഇനി സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ പൊക്കം കുറഞ്ഞു. നിങ്ങൾ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. സക്കായി ഇരുന്ന മരത്തിന് എത്ര ഇലയുണ്ടെന്ന് വരെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെന്തക്കോസ്തുകാരുടെ പ്രസംഗം അങ്ങനെയാണ്, കൃത്യം പറഞ്ഞു കളയും. അപ്പൊ അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ. ഈ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഭയങ്കര വെറുപ്പുള്ള, കാരണം റോമാ ഗവൺമെന്റിന് വേണ്ടിയാണ് ചുങ്കം പിരിക്കുന്നത്. അപ്പൊ ഇവരെ ഈ റോമൻ ഗവൺമെന്റിന്റെ ചാരന്മാരായിട്ടും യഹൂദന്മാരുടെ ശത്രുക്കളായിട്ടുമാണ് കാണുന്നത്. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവരാണ്. ചുങ്കക്കാരനായ സക്കായി യേശുവിനെ പറ്റി കേട്ടു. ഈ സക്കായിയെ പറ്റി പറയുന്ന, സക്കായി ഭയങ്കര പിശുക്കനായിരുന്നു. വീട്ടില് ഒരു സോപ്പ് പൊട്ടി പോലും മേടിക്കത്തില്ല. അങ്ങനെ സക്കായിയുടെ ഭാര്യ പിണങ്ങി ഇരിക്കുക. മക്കള് പറഞ്ഞാൽ കേൾക്കത്തില്ല, ഉഴപ്പാണ്. ഭാര്യയും പിണങ്ങി, മക്കളും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവന് ഭയങ്കര പിശുക്കുക. പൈസ 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 എന്നൊരു ചിന്തയുള്ളൂ. പണക്കൊതിയല്ല. ഒരുപാട് ചുങ്ക എക്സ്ട്രാ പിരിക്കും. ഇപ്പൊ $100 ടാക്സ് പിരിക്കണം, ഇവന് $210 പിരിച്ച് $110 പോക്കറ്റ് ഇടും. അങ്ങനത്തെ ഒരു തന്നെ. എത്ര പൈസ ഉണ്ടല്ലോ വീട്ടിൽ പൈസ ചിലവാക്കത്തുമില്ല, ഭാര്യയ്ക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കത്തുമില്ല. അങ്ങനെയാണ്. അങ്ങനെ ഇരുന്ന് ഈ സക്കായിയുടെ ജീവിതം ഭയങ്കര ദുരിതമായി തീർന്നു, നരകതുല്യമായി തീർന്നു. അവസാനം സക്കായി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സക്കായിയുടെ ഒരു കൂട്ടുകാരൻ, ഈ ചുങ്കപ്പിരിവ് അസോസിയേഷൻ ഉണ്ട്, ചുങ്കപ്പിരിവുകാരുടെ സ്റ്റേറ്റ് അസോസിയേഷൻ. അപ്പൊ അതിനകത്തുള്ള ഒരു ജോയിന്റ് സെക്രട്ടറി ഒരുത്തനുണ്ട്. അയാളുടെ ഒരു മത്തായി എന്നാണ്. അയാൾ ചുങ്കം പിരിക്കുന്നതാണ്. ഈ മത്തായി ഈ സക്കായിക്ക് ഒരു കത്ത് എഴുതി, പ്രിയപ്പെട്ട സക്കായി, കൂട്ടുകാരാ, നിന്റെ ജീവിതത്തിന്റെ ദുഃഖവും ദുരിതവും കഷ്ടവും സങ്കടവും എല്ലാം എനിക്കറിയാം. എന്നാൽ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി. ഞാനൊരു ദിവസം ചുങ്കസ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നസറായനായ യേശു അതിലെ വന്നിട്ട് ചുങ്കസ്ഥലത്ത് നിന്ന് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് വാടാ എൻ്റെ കൂടെ. എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ആജ്ഞാശക്തി പോലെ ഞാൻ ആ ചുങ്കമേശയും കാശും രസീത് കുറ്റി എല്ലാം അവിടെ ഇട്ടിട്ട് അവന്റെ പുറകെ ഇറങ്ങി. എന്റെ പൈസ പോയി, രസീത് പോയി, കുറ്റി പോയി, കുടച്ചക്രം പോയി, എല്ലാം പോയെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്. ഭയങ്കര സമാധാനവും ഭയങ്കര സന്തോഷവുമാണ്. അതുകൊണ്ട് സക്കായി, ഈ കർത്താവിനെ നിനക്ക് കാണാൻ പറ്റും, എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണണം. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എല്ലാം വരും, നിനക്ക് സമാധാനം കിട്ടും. ഇങ്ങനെ ഒരു കത്ത് ഈ സക്കായിക്ക് കിട്ടി. ഏതാ? മത്തായി എഴുതിയ കത്താണ്. അപ്പൊ മത്തായി സുവിശേഷം എഴുതുന്ന ആദ്യത്തെ സുവിശേഷത്തിന് മുമ്പ് സക്കായിക്ക് സുവിശേഷം എഴുതിയായിരുന്നു, കത്തയച്ചായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞാനിത് എങ്ങനെയാണ് അറിയുന്നത്. ഇതൊരു പുരാതന സുറിയാനി ഗ്രന്ഥത്തിലുള്ള ഒരു ഞാൻ കെട്ടുകഥ പറയുന്നതല്ല, അങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഞാൻ ചെറിയ നാടൻ ഭാഷയിൽ കൊളോക്കിയലായിട്ട് അവതരിപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ സക്കായി ഇതുകൊണ്ടാണ് യേശുവിനെ കാണാൻ തീരുമാനിച്ചത്. അപ്പൊ അന്ന് തൊട്ട് സക്കായി തിരക്കട യേശു അങ്ങനെ ഇരുന്നപ്പോഴാണ് സക്കായി അറിഞ്ഞാണ് നസറായനായ യേശു വരുന്നുണ്ട്. ഒന്നാമത് ഇവൻ ചുങ്കക്കാരനായ ആളുകൾ പരുവത്തിന് കിട്ടി ഇടിക്കും. അതുകൊണ്ട് ഇവൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി താഴോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ യേശു വന്ന് ഈ CCTV ഒക്കെ ഇരിക്കുന്ന പോലെ താഴോട്ട്. അപ്പൊ യേശു നടന്നു വന്ന് സക്കായി ഇരിക്കുന്ന മരത്തിന്റെ മുകളിലോട്ട് നോക്കി. സക്കായി മുകളിൽ നിന്ന് താഴോട്ട് നോക്കി, യേശു മുകളിലോട്ട് നോക്കി. അപ്പൊ കൂടെ വന്ന ജനം മുഴുവൻ നോക്കി, എല്ലാവരും നോക്കി. അപ്പൊ യേശു സക്കായിയോട് പറഞ്ഞു, സക്കായി ഇത് താഴോട്ട് ഇറങ്ങിയോ, നിനക്ക് എന്നെ നോക്കണം, നീ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാതെ പോയി, നീ താഴെ ഇറങ്ങി താഴെ നിന്ന് മുകളിലോട്ട് നോക്ക്. ഇതാണ് നമ്മളെല്ലാം പലരും കർത്താവിനെ നോക്കുന്ന അങ്ങനെ, മുകളിൽ നിന്ന് താഴോട്ടാണ് നോക്കുന്നത്. കർത്താവിനെ നോക്കും മുകളിലോട്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. മുകളിലേക്ക് നോക്കുകയാണ്. നമ്മൾ താണവരാണ്, കർത്താവെ കുറവുള്ളവനാണ്, ബലഹീനതയും കുറ്റവും കുറവുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയെ ഹാവ് മേഴ്സി അപ്പോൺ ലോർഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ ലോർഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ, ഐ എം എ സിന്നർ, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ്. താഴെ മുകളിലോട്ട് നോക്കണം. സക്കായി നേരെ താഴെ. ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ കയറിയിരിക്കുന്ന മരത്തെ നിന്ന് താഴെ ഇറങ്ങണം. ഏതെങ്കിലും മരത്തിൽ ഇരിപ്പുണ്ടോ, സമ്പത്തിന്റെ മരം, പൊങ്ങച്ചത്തിന്റെ മരം, സ്വയം പോരിമയുടെ സ്വയം നീതീകരണത്തിന്റെ മരങ്ങൾ, ഇങ്ങനെ വിവിധ മരങ്ങളിലാണ് മനുഷ്യൻ ഇരിക്കുന്നത്. കർത്താവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് പറയണം, എന്നെ അങ്ങനെ കണ്ടിട്ട് എന്താ കാര്യം, നീ താഴോട്ട് ഇറങ്ങി വാ, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇവൻ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പം യേശു പറയാണ്,
സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും എന്ന്. ഓട്ടോ, ലോട്ടറി അടിച്ചോലെ, ഒന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെന്നൊക്കെ പറഞ്ഞ പോലെ കർത്താവിനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. പക്ഷെ കർത്താവ് പറയാ, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും, അതേ പണ്ടാരം കെട്ടിയെടുക്കും. ഓ, അതാന്ന് എല്ലാവർക്കും യേശുവിനെ കണ്ടാ മതി വഴിയിൽ നിന്ന്, അല്ല. എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എല്ലാവർക്കും യേശുവിനെ കണ്ടാ മതി. ഈ വേശ്യകളെ കാണാൻ പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ, വേശ്യകളെ. പട്ടണത്തിലെ പ്രധാന വേശ്യകളുണ്ട്. മാസത്തിന്റെ ആരംഭം ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ആദ്യത്തെ പരിപാടിയാണ് സരസമ്മയെ കാണാൻ പോവുക. അവളെ കാണാൻ ഇവിടെ കാണാൻ. ഇന്ന് വരെ ആരെങ്കിലും ഈ സരസമ്മയെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഉണ്ടോ? കൊണ്ടുപോകത്തില്ല. അങ്ങനെ അവരെ അവിടെ കണ്ടാൽ മതി. അതാണ് വ്യഭിചാരം. അതാണ് നിങ്ങൾ ദൈവത്തോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്റെ കാര്യമൊക്കെ നടത്തി തരാനുള്ള ഒരാളാണ് ദൈവം. എനിക്ക് ഈ വഴിസൈഡ് വെച്ച് കണ്ടാൽ മതി, കാര്യം നടത്തിയാൽ മതി, പോയച്ചോ മതി. അപ്പൊ കർത്താവ്, ഞാനൊന്നും നടക്കത്തില്ല, ഞാൻ വീട്ടിലോട്ട് വരും. സരസമ്മ ചേച്ചി പറയാ, ഞാൻ വീട്ടിലോട്ട് വരിക. നിങ്ങൾ എന്നാ ചെയ്യും? സക്കായി, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാം. കർത്താവേ, ഞാൻ വീട്ടിലോട്ട്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ക്യാമ്പിന് നമ്മുടെ ജസലിന്റെ വീട്ടിൽ ഭയങ്കര എതിരാണ്. ജസലിൻ പെന്തക്കോസ് വീട്ടുതന്നെ. ജസലിന്റെ വീട്ടുകാർ ഭയങ്കര പെന്തക്കോസ് തീവ്രവാദികളാണ്. അപ്പൊ ജസലിനെ എപ്പോഴും വീട്ടിൽ ഇറക്കി വിടും എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പേടിപ്പിച്ച ജസലിന്റെ അമ്മയൊക്കെ. അപ്പൊ എന്നോട് ജസലിൻ പറഞ്ഞു, ശുചായ അതുവഴി ഒന്നും വന്നു പോയല്ലോ കേട്ടോ, ഭയങ്കര വിഷയം. ഞാൻ ഒരു ദിവസം വണ്ടിയെ കയറിയിട്ട് നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ പിന്നീട് പറഞ്ഞു, ഞാൻ നേരെ ജസലിന്റെ വീട്ടിലോട്ട് വിടാൻ പറഞ്ഞു. പിന്നെയും പറഞ്ഞു, കുഴപ്പമല്ലേ, അപ്പൊ നമുക്ക് പോയി നോക്കാം, എന്തായാലും ഒരു യുദ്ധം അടിയോ. ഇപ്പൊ ജസലിൻ പറഞ്ഞു, അയ്യോ അങ്ങോട്ടൊന്നും വരണ്ട. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിന്റെ അമ്മ എന്നെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ എന്ന് പറയും. അന്നേരത്തിന് ജസലിൻ പറഞ്ഞു, ചുമ്മാ. ഞാൻ പറഞ്ഞു, പറയടാ പോയി. അത് കഴിഞ്ഞ് ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കും. അവൻ പറഞ്ഞു, മിക്കവാറും നടന്നു വന്നു. ഞങ്ങളങ്ങനെ കയറി ചെന്നപ്പോൾ ജസലിന്റെ അമ്മ എന്നെ കണ്ടു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, ചായ വേണോ കാപ്പി വേണോ വേണ്ടത് ചോദിച്ചു. ജസലിൻ എന്നെ നോക്കിയാൽ പറഞ്ഞു, കണ്ടോ. ഞാൻ പറഞ്ഞു, ചായ തന്നെ ആയിക്കോട്ടെ, എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞു. ജസലിന്റെ കുറെ കുറ്റമൊക്കെ അമ്മ പറഞ്ഞു, ഇവൻ ഇങ്ങനെ ബന്ധക്കോസിൽ നിന്ന് പോയത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തി പറഞ്ഞു. ഞങ്ങളിങ്ങ് പോരുകയും ചെയ്തു. വീട്ടിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? ഈ ജസലിൻ നമ്മുടെ വലിയ സ്ട്രോങ് ഫോളോവറാന്ന് പറയുന്നത്. എന്നിട്ട് ഞാനും അവൻ്റെ വീട്ടിലോട്ട് ചെല്ലണ്ടെന്നാണ്. അപ്പം ആർക്കും ഇഷ്ടമില്ല. അപ്പം നമ്മളൊന്നും വന്നാൽ അത്രയും കുഴപ്പമില്ല. പക്ഷെ യേശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പക്കാരനാണ്. 10,000 കോടി സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളാണ്. ഹൃദയത്തിന്റെ ഉൾപ്പുകളെ ആരായുന്നവനാണ്. അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ഇവനെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവും. നമ്മൾ വീട്ടിലോട്ട് ആരെങ്കിലും വരുമ്പം ഈ തിണ്ണെ തന്നെ ഇരുന്നാൽ മതി, അകത്തോട്ടൊന്നും കയറണ്ട. അല്ലെങ്കിൽ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് അടുക്കളയിലോട്ടൊക്കെ വേണ്ട, അടുക്കളയൊക്കെ ആകെപ്പാട് ഉഴപ്പിക്കിടക്കുക. പെട്ടെന്നാണ് ഇവർ വരുന്നത് കേട്ടോ. നമ്മൾ ആ ഫ്രണ്ട് ഇരുന്ന സാധനം എല്ലാം ഉന്തി ഈ കഥകിന്റെ പുറകിലോട്ടെല്ലാം വെച്ച് കഥവെല്ലാം അടച്ച് പെട്ടെന്ന് ടിപ്പാക്കി ഈ ഗൾഫിലൊക്കെ ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് അവർ ഇതടിക്കും, എയർ സ്പ്രേ അടിക്കും. അങ്ങനെ ഒരു മണം കാണും. അത് മാറും. ഞാൻ പണ്ട് പെന്തക്കോസ്റ്റിലായിരുന്ന സമയത്ത് ഗൾഫിൽ ഒരുപാട് വീടുകളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ചെല്ലുകയാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ വിളിക്കുന്ന വീടുകളിൽ ഞാൻ പറയും അപ്പൊ നമ്മളെ കൊണ്ട് പോകുന്ന പാസ്റ്റർ പറയും, ഞാൻ പറയും, ആ വീട്ടിലെ സഹോദരിക്ക് ഒന്ന് ഫോൺ കൊടുക്കണം, എനിക്കൊന്ന് മിണ്ടണം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുവുള്ളൂ. അപ്പൊ ഈ പാസ്റ്റർ ഫോൺ വിളിച്ച് ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ആദ്യം പറയുന്നതിന്, സഹോദരി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ദയവ് ചെയ്ത് എയർ ഫ്രഷ്നർ അടിക്കരുത്. അവർ അതെന്തോ മാസ്റ്ററെ, ഞാൻ നല്ല അടിക്കരുത്, ഞങ്ങൾ പോയി. കാരണം എനിക്ക് അതിന്റെ മണം അടിച്ചു കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു എയർ ഫ്രഷ്നർ അടിച്ച വീട്ടിൽ കയറി കഴിഞ്ഞ് ഞാൻ തല ചെകിടിച്ച് പിന്നെ അന്നത്തെ ദിവസം എന്റെ പോക്കാം. അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കും, ഇത് ദയവ് ചെയ്ത് അടിക്കരുതേ. കാരണം നമ്മൾ ചെല്ലുമ്പോഴേക്ക് അവിടെ എന്തെങ്കിലും മണമുണ്ട്, ഇതൊക്കെ മാറ്റാൻ ഈ പാവങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എനിക്കത് വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ താൽക്കാലിക സെറ്റപ്പാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ മുറിയിലും ബെഡ്റൂമിലും എല്ലാം കയറി, അവിടെ അടുക്കളയിലും എല്ലാം കയറി എല്ലാം ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഇഷ്ടമില്ല. യേശു പറയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വരികയാണ്, ഒരു ചായയും സ്നാക്കും കുടിച്ചിട്ട് പോകാനോ,
ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ വരികയാണ്. അതാണ് ഓഫർ. മെഗാ ബെമ്പർ ഓഫറാണ്. നമുക്കൊന്നും ഇത് ഇഷ്ടമില്ലെന്നേ. നമ്മളൊക്കെ യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളു. എങ്ങനെ ഈ കൈക്കൊള്ളുന്നത്? വഴിയിൽ ഇപ്പോൾ ഒരു കൊച്ചു നിൽക്കുകയാണ്. നിങ്ങൾ കണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കര സഹായമാണ്. കൊച്ചിന് നമ്മൾ 100 രൂപ ഒരാൾ കൊടുത്തു, വേറെ ആൾ 50 രൂപ കൊടുത്തു, വേറെ ആൾ ഒരു പൂവങ്കോൾ കൊടുത്തു, വേറെ ആൾ ഒരു കേക്ക് കൊടുത്തു, വേറൊരുത്തരൊരു ഉഴുന്നോടെ മേടിച്ചു കൊടുത്തു, വേറൊരുത്തരൊരു പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്തു. പക്ഷെ ഇത് കൊടുക്കുന്നല്ലാതെ ആരും കൊച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല. എന്നാ നീ ഇന്നോട്ട് എന്റെ മോനായിട്ട് പോരെ ആരെങ്കിലും പറയൂ? കൈക്കൊള്ളാൻ ആർക്കും ഇഷ്ടമില്ല. അതാണ് കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും കേൾക്കും, ഭൂവിലാശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ. അല്ലേ? നല്ല ഏവങ്കല്യൻ അറിയിച്ചു. എന്നതായിരുന്നു നല്ല ഏവങ്കല്യൻ? കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. അപ്പോ കൈക്കൊള്ളണോ? സക്കായി, ഇതാ മെഗാ ബെമ്പർ ഓഫർ. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരികയാണ്. സക്കായി ആ വഴിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കിക്കേ, ഇത് കർത്താവിന്റെ ഒരു പരിപാടിയാണ്. ഇത് സാൽവേഷൻ പേഴ്സണൽ അല്ല, വീടിനാണ്. കാരാഗ്രഹ പ്രമാണിയോട് പറയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശമരിയക്കാരത്തി സ്ത്രീ, സരസമ്മ കണച്ചിങ്ങ നിൽക്കുകയാണ്. കർത്താവേ, ആർ യു ഗ്രേറ്റർ ദാൻ അവർ ഫാദർ ജേക്കബ്? ഭയങ്കര ഇംഗ്ലീഷാ. നീ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ? ഓ, ഹൂ ആർ യു? നീ ഒരു യഹൂദനാണെന്ന് ഞാൻ അറിയുന്നു. കണ്ട, അവൾ ആദ്യം പറയാം, നീ ഒരു യഹൂദനാണെന്ന് ഞാൻ അറിയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പറയാണ്, യജമാനെ, യഹൂദനെ വിളിച്ച ഇപ്പൊ സാർ, ഒരു ബഹുമാനമൊക്കെ വന്നു. സാർ, കോരുവാൻ നിനക്ക് പാത്രമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ പറയാ, നീ ഒരു പ്രവാചകനാണോ? യു ആർ എ പ്രോഫറ്റ്. കണ്ടോ. അപ്പൊ ഇവരുടെ ഹൃദയത്തിൽ കർത്താവിനെ കുറിച്ചുള്ള ഇമേജ് മാറി മാറി വരികയാണ്. ആദ്യം വെറും ഒരു യഹൂദനായിരുന്നു, താടി മീശയുണ്ട്, കുപ്പായമുണ്ട്, ചെരുപ്പുണ്ട്, യഹൂദൻ. കുറച്ച് കഴിഞ്ഞപ്പോ സാറേന്ന് വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾ വായിച്ചാൽ മതി, യോഹന്നാൻ 4 വായിച്ചാൽ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പറയണ, ആർ യു ഗ്രേറ്റർ ദാൻ അവർ ഫാദർ ജേക്കബ്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാളും വലിയ ആളാണോ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പം അവൾക്ക് പിക്ചർ അങ്ങോട്ട് ക്ലിയർ ആയി. അവൾ ചെന്ന് പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടു. കർത്താവ് അവളുടെ വേല വെളച്ചിൽ ഒന്നും സംഭവിച്ചില്ല. അവളുടെ കർത്താവ് പറഞ്ഞു, ബ്രിങ് യുവർ ഹസ്ബൻഡ്. ഇപ്പോഴത്തെ ഉപദേശിക്കാനാണെങ്കിൽ ഹസ്ബൻഡായിട്ട് വന്നാൽ പറയും, നാളെ ഒറ്റയ്ക്കൊന്ന് വരണമെന്ന് പറയും, നമുക്കൊരു ശുശ്രൂഷ നടത്താനുണ്ട്, ശരിക്കും നമുക്ക് ഞാൻ നിന്നെ ഒന്ന് കുമ്പസാരിപ്പിച്ച് ശരിയാക്കി തരാം. ഇതൊരു കർത്താവ് പറയാം, ബ്രിങ് യുവർ ഹസ്ബൻഡ്. ഇവിടെ യേശുവിന്റെ ശിഷ്യനാണെങ്കിൽ അങ്ങനെയാണ്. ഒറ്റയ്ക്കൊരു സ്ത്രീ വന്നാൽ പറയും, നീ കെട്ടിയവനെ കൂട്ടിക്കൊണ്ട്. ഇത് ചാറ്റ് ചെയ്യുക, ടെക്സ്റ്റ് അയക്കുക, കെട്ടിയവനില്ലാത്ത പിന്നോട്ട് വന്നാൽ മതി, ഞാൻ ശരിയാക്കി. അപ്പൊ ഇവിടെ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, അതൊക്കെ ശരിയാണ്. കർത്താവിന് ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യം, കുടുംബത്തിനാണ് പ്രാധാന്യം. ഒറ്റയ്ക്ക് സാൽവേഷൻ പമ്പ് ചെയ്ത് കൊടുക്കത്തില്ല, പുള്ളിക്ക് അത് താല്പര്യമില്ല. ഒറ്റയ്ക്ക് കൊടുക്കുന്ന ഉപദേശിമാരൊക്കെ കാണും, പക്ഷെ കർത്താവ് ഫാമിലി പാക്കേജ് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. സിംഗിൾ ടിക്കറ്റേ അപ്പുറേ ചെട്ടിയാട് കടലങ്ങ പോടേ കർത്താവിന്റെ ട്രാവൽ ഏജൻസിൽ ഫാമിലി ടൂർ മാത്രമേ ബുക്ക് ചെയ്യത്തുള്ളൂ. പോടേ എന്ന് അപ്പുറം ഒറ്റയ്ക്ക് സിംഗിൾ ടിക്കറ്റ് ഒക്കെ അപ്പുറം അവനിരിപ്പുണ്ട്. അവന്റെ പെട്ടിക്കടയുണ്ട് സിംഗിൾ ടിക്കറ്റ് വയ്ക്കുന്നത്. ഇവിടെ ഫാമിലി പാക്കേജാണ്. അതുകൊണ്ട് സക്കായി ഇറങ്ങി വന്നിട്ട് സക്കായി പറഞ്ഞു, സക്കായി എൻ്റെ ഒരു കാര്യമുണ്ട്, ഫാമിലി ടിക്കറ്റേ ഉള്ളൂ, നമുക്ക് വീട്ടിലോട്ട് പോവാം, കാരണം നിനക്ക് ടിക്കറ്റ് വേണമെന്നല്ലേ പറഞ്ഞേ. കർത്താവ് സിംഗിൾ ടിക്കറ്റ് സിംഗിൾ ടിക്കറ്റിന്റെ പരിപാടി ഇല്ല. യൂതായോട് ചിലപ്പോൾ ചോദിച്ചാൽ കിട്ടിയിരിക്കും സിംഗിൾ ടിക്കറ്റ് ഒക്കെ, അവന്റെ കർത്താവിൻ്റെ ഇത് വേണോ? ഫാമിലി ടിക്കറ്റാണ്, വീട്ടിലോട്ട് പോവാം. അപ്പൊ സക്കായി പറയണു, വീടാകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക, കർത്താവി, ഞാൻ ആരോടെങ്കിലും ചതിയായിട്ട് വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് അങ്ങോട്ട് കൊടുത്തേക്കാം, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്കും കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ബാങ്ക്രപ്റ്റഡ് ആയി. എങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടിയാലും സക്കായി ബാങ്ക്രപ്റ്റഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പരായി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് പിച്ചച്ചട്ടി എടുത്ത് കർത്താവിന്റെ കൂടെ അവൻ കൂടി 100%. കാരണം ഞാൻ തെളിയിച്ചു തരാം.
നിങ്ങൾ ചിന്തിക്കുന്ന സക്കായിയുടെ സ്വത്തിന്റെ എത്ര ശതമാനമാണ് അവൻ ചതിയായി വാങ്ങിയത്? സക്കായിക്ക് 50 ലക്ഷം രൂപയുടെ സ്വത്തുണ്ടെന്ന് വെച്ചു. ഒരു ചുങ്കക്കാരനാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കൈക്കൂലിക്കാരനാണ്. അവൻ 50 ലക്ഷം രൂപയുടെ സ്വത്ത് ഇപ്പൊ കേരളത്തിലുണ്ടെങ്കിൽ ആ 50 ലക്ഷം രൂപയിൽ എത്ര പെർസെന്റ് ശമ്പളമാണ്, എത്ര പെർസെന്റ് കൈക്കൂലിയാണ്? നിങ്ങൾ പറ. കൈക്കൂലി എത്ര പെർസെന്റ് ആയിരിക്കും? 50 ലക്ഷം രൂപ ഉണ്ട്, ഉദാഹരണം കേട്ടോ. 50 ലക്ഷം ഒക്കെ ചെറിയ തുകയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഉള്ള 50 കോടിയൊക്കെയാ. ഇപ്പൊ 50 കോടിയുണ്ട്, 50 ലക്ഷം ഉണ്ട്. അതിനകത്ത് എത്ര ശതമാനമായിരിക്കും കൈക്കൂലിപ്പണം? നേരായ മാർഗത്തിൽ കിട്ടിയ പണം എത്ര പെർസെന്റ് കാണും? ഒരു 30 ലക്ഷം രൂപ ആയാലും കൈക്കൂലിയുടെ ആയിരിക്കും. ആണോ അല്ലയോ? അതോ പകുതി കൈക്കൂലിയുടെയും പകുതി നല്ല പണമാണോ? അത്രയും കുറച്ചാണോ കൈക്കൂലി മേടിക്കുന്നത്? നിങ്ങൾ പറയുന്ന പകുതി. ഓക്കെ, 25 ലക്ഷം. അപ്പൊ 50 ലക്ഷം രൂപ 25 ലക്ഷം രൂപയേ ഉള്ളൂ സക്കായിയുടെ സ്വന്തം നല്ല ക്ലീൻ മണി, വൈറ്റ് മണി. 25 ലക്ഷം ചതിയായി മേടിച്ചതാണ്. സക്കായി പറയുന്നത് എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അപ്പൊ ആകെ 50 ലക്ഷം ഉണ്ട്, അതിൽ 25 ലക്ഷം ആർക്ക് പോയി? ദരിദ്രർക്ക് പോയി. പിന്നെ ബാക്കി എത്രയുണ്ട്? 25 ലക്ഷം. ചതിയായി വാങ്ങിയത് എത്രയാ? 25 ലക്ഷം. അതിന്റെ 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കാം. അപ്പൊ സക്കായി പറയാണ് 1 കോടി തിരിച്ചു കൊടുക്കാം. ഇൻസ്റ്റന്റ് ആ വഴി സൈഡിൽ സക്കായി 75 ലക്ഷം രൂപയുടെ കടക്കാരനായി. എന്ന് പറഞ്ഞാൽ തന്റെ മുഴുവൻ സംഗതി വിറ്റ് തൊലച്ച് പെറുക്കി ഉപ്പ് ചേർത്ത വരെ വിറ്റാ പോലും സക്കായി കടക്കാരനായി. ബാങ്ക്രപ്റ്റഡ് ആയിപ്പോയി. മാനസാന്തരം ഒരു ചെറിയ കാര്യമല്ല. മാനസാന്തരം നീതിമാന്യനായി അന്യനെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യനാണെന്ന ന്യായവാദവും ചെയ്യില്ല. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. നോയമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക അശുദ്ധിയിൽ നിന്ന് വിമോചനം പ്രാപിക്കുക, സാമ്പത്തിക ക്രമക്കേടുകളിൽ നിന്ന് വിമോചനം പ്രാപിക്കുക. ഈ 2 കാര്യമാണ് സുറിയാനി സഭ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് മനുഷ്യജീവിതത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മാനപാത്രമായി മാറുവാൻ, കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുവാൻ. നമ്മുടെ ജീവിതത്തിലെ പൊല്യൂഷൻസ് മാറണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് സഭാപിതാക്കന്മാർ ഈ വായനാഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ, സക്കായിക്ക് വന്നിരിക്കുന്ന മാറ്റം, ക്രമീകരണങ്ങൾ പ്രാപിക്കുക. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന്. ഇവനും അബ്രഹാമിന്റെ മകൻ. കഴിഞ്ഞ ആഴ്ചയില് അബ്രഹാമിന്റെ മകളായിരുന്നു, കഴിഞ്ഞ ആഴ്ചയില് കൂനിയായിരുന്നു അല്ലെ? അബ്രഹാമിന്റെ മകളായിരുന്നു, പള്ളിക്കകത്തായിരുന്നു. ഇത് അബ്രഹാമിന്റെ മകനാണ്. ധാരാളം വായനാഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. നല്ലതായിരുന്നു, എല്ലാം നല്ല വാക്യങ്ങളായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന്റെ പ്രവചനം നമ്മൾ കണ്ടു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് അത്ഭുതത്തെ ചെയ്യുന്ന കണ്ടു. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ അഹീതോഫേൽ തൂങ്ങിച്ചാകുന്ന കണ്ടു. യെരമ്യാവിന്റെ പുസ്തകത്തിൽ യെരമ്യാവ് തന്നെ ദൈവകൽപ്പന പ്രകാരം നിർബന്ധിച്ചിട്ടും അപ്പന് കൊടുത്ത വാക്ക്, അപ്പന്റെ കൽപ്പന, വീഞ്ഞു കുടിക്കാതെയും വീട് വെക്കാതെയും വിത്ത് വിതയ്ക്കാതെയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കാതെയും വാക്ക് പാലിക്കുന്ന മക്കളെയും മക്കളുടെ മക്കളെയും മരുമക്കളെയും എല്ലാം നമ്മൾ കണ്ടു. അപ്പോസ്തലപ്രവൃത്തി വന്നു കഴിഞ്ഞപ്പോഴേക്കും വാഗ്ദാനം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണെന്ന് പത്രോസ് പറയുന്നത് കണ്ടു. പിന്നെ 1 തെസ്സലോനിക്കർ 4 പൗലോസ് വിശുദ്ധീകരണത്തിന് വേണ്ടി വിളിക്കുന്നത് നമ്മൾ കണ്ടു. ലൂക്കാസ് സുവിശേഷത്തിൽ കർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ രൂപാന്തരം സംഭവിക്കുന്നു, ഭവനത്തിന് രക്ഷ വരുന്നു. സാൽവേഷൻ ഇവിടെയും കുടുംബത്തിനാണ്. അപ്പോസ്തലപ്രവൃത്തിയിലും അങ്ങനെയാണ് കാണുന്നത്. പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നും കർത്താവ് ആരെയും രക്ഷിക്കുന്നില്ല. രക്ഷ നിന്റെ കുടുംബത്തിനാണ്. അത് പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നതാണ്. ഇവനും അബ്രഹാമിന്റെ മകനാണ്. ഇവൻ അബ്രഹാമിന്റെ മകനാകാൻ പോകുന്നു എന്നല്ല, ഇവൻ അബ്രഹാമിന്റെ മകനാണ്. പക്ഷേ അവൻ
കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വന്നു. നമ്മൾ ആരാണെന്നുള്ള ആ തിരിച്ചറിവ്. അല്ലാതെ നമ്മളിപ്പം ഈ ചതിയായി വാങ്ങിയത് തിരിച്ചു കൊടുക്കുമ്പോൾ അല്ല നമ്മൾ ദൈവമകനാകുന്നത്. അത് ഇവൻ അബ്രഹാമിന്റെ മകൻ ഇതിനാൽ ആയി തീർന്നു എന്നല്ല കർത്താവ് പറഞ്ഞു. ഇവൻ അബ്രഹാമിന്റെ മകനാണ്. ആസ് ഇറ്റ് ഈസ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾ ദൈവ പൈതലാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒട്ടും കുറവുമില്ല, കൂടുതലുമില്ല. പക്ഷേ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുക. അപ്പന്റെ ഇഷ്ടം എന്താണ് തിരിച്ചറിയുക. മനുഷ്യരെ സ്നേഹിക്കുക, കൂട്ടുകാരനെ ചതിക്കാതിരിക്കുക, ദൈവത്തിന്റെ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർ കാണുക. ഇത്രയൊക്കെ ഉള്ളൂ ഗോസ്പൽ. കൂടുതലായിട്ടൊന്നും നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ എനിക്ക് കൂടുതൽ തിയോളജി ഒന്നും അറിയത്തില്ല, ഒന്ന് മാത്രം എനിക്കറിയാം എന്ന പൊട്ടക്കണ്ടം പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ തിയോളജി. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അലക്സാണ്ടർ ചാൻ എന്തോ എന്ന് എഴുതിയിട്ടുണ്ട്. കെട്ടിയോളാണ് എന്നെ മാലാക കണ്ടോ. ഞാൻ എന്നും 365 ദിവസവും കിടക്കുന്നത് ഓക്കെ. അല്ല, ഞാനിത് ഒരാളും വായനാ ഭാഗമല്ലേ പറഞ്ഞു നിർത്തും. ഓക്കെ, മേ ഗോഡ് ബ്ലസ് യു. ഞാൻ വേഗം നിർത്തണമെന്നാണ് നമ്മുടെ അലക്സാണ്ടർ ചാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. മേ ഗോഡ് ബ്ലസ്.